السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: أفشوا السلام وأطعموا الطعام وصلوا الأرحام وصلوا والناس نيام تدخلوا الجنة بسلام. صدق رسول الله صلى الله عليه وسلم. محمد دينه حق ندين به محمد مجملا حقا على علمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരെ, മഹല്ല് കാരണവന്മാരെ, പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നാളെ പരലോകത്ത് നമുക്ക് ഗുണകരമായി സാക്ഷി നിൽക്കുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീന് കൂടുതൽ അടുത്തറിയാനും ജീവിതത്തിൻ്റെ സർവ തലങ്ങളിലും മതത്തിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ അനുവർത്തിച്ച് ജീവിക്കാനും അവസാനം മുസ്ലിമായി മരിച്ച് കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ദിവസങ്ങളിലായി മർഹൂം മൊയ്തീൻ മുസ്ലിയാർ അവറുകളുടെ ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിജ്ഞാനവേദിയുടെ പ്രഥമ ദിവസത്തിലാണ് നമ്മളുള്ളത്.
സാമൂഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് സംഘാടകർ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. വളരെ വിപുലമായ ഒരു വലിയ വിഷയമാണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു വലിയ അധ്യായം നമുക്ക് കാണാൻ കഴിയും. അൽ ഫുറൂദുൽ കിഫായ എന്ന പേരിൽ സാമൂഹിക ബാധ്യതകളുടെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. അതിൽ ഓരോന്നും നമ്മൾ എടുത്താൽ ഓരോ ദിവസം സംസാരിക്കേണ്ട വലിയ വലിയ കാര്യങ്ങളാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പലായനം നടത്തി മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ വെച്ച് നടത്തിയ ആദ്യത്തെ ഉപദേശങ്ങളിൽപ്പെട്ട ഒരു ഉപദേശമാണ് ഞാനിവിടെ ആമുഖമായി ഉണർത്തിയ ഹദീസ് വചനത്തിൽ ഉള്ളത്. സാമൂഹിക പ്രാധാന്യമുള്ള സുപ്രധാനമായ ചില സന്ദേശങ്ങളാണ് ആ ഹദീസിന്റെ ഉള്ളടക്കം. അതിനെ കേന്ദ്രീകരിച്ചുള്ള ഹ്രസ്വമായ ഒരു വിശകലനമാണ് ഈ വേദിയിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഖൈറുള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നുബുവത്തിന്റെ 13ാം വർഷം മദീനക്കാരുമായുള്ള കരാർ അംഗീകരിച്ച് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ പ്രിയങ്കരനായ കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനോടുമൊത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പ്രയാണം ആരംഭിച്ചു. ആദ്യം എത്തിച്ചേർന്നത് ഇന്നത്തെ ഖുബാ മസ്ജിദുൽ ഖുബാ ഉള്ള ഖുബാ പ്രദേശത്താണ്. 4 ദിവസം അവിടെ തങ്ങി വെള്ളിയാഴ്ച കാലത്ത് മദീനയിലേക്ക് പട്ടണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നീങ്ങുമ്പോൾ നൂറുകണക്കായ ആഭാലവൃദ്ധം ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ദഫും അതുപോലെ പാട്ടുമൊക്കെയായി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് മദീനയിലെ ഒരു കാരക്കത്തോട്ടത്തിൽ മരത്തിന്റെ മുകളിൽ, ഈന്തപ്പനയുടെ മുകളിൽ, മദീനയിലെ ജൂതവിഭാഗത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ സലാം എന്ന വ്യക്തി ഈന്തപ്പനക്ക് പരാഗണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആവേശഭരിതരായ ആളുകൾ തക്ബീർ മുഴക്കി ത്വാല അൽ ബദർ ചൊല്ലി മുത്തുനബിയെ ആനയിക്കുന്ന ശബ്ദം ഈന്തപ്പനയുടെ മുകളിലേക്ക് കേട്ടപ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ആ വലിയ പണ്ഡിതൻ മരത്തിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേദഗ്രന്ഥങ്ങളിലെല്ലാം പരാമർശിക്കപ്പെട്ട അന്ത്യദൈവദൂതരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അങ്ങോട്ട് കുതിച്ച് ഓടിച്ചെന്നപ്പോൾ ആ രംഗത്തെ സംബന്ധിച്ച് മഹാൻ പറഞ്ഞു, ഫലമ്മാ ഖദിമൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന, മദീനയിലേക്ക് മുത്തുനബി കയറി വന്നപ്പോൾ, കടന്നു വന്നപ്പോൾ ഞാൻ അവിടത്തെ ചാരത്തേക്ക് ചെന്നു. ഫലമ്മാ തബയ്യൻതുഹു, ഞാനൊന്ന് ശ്രദ്ധിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ അറഫ്തു അന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, ആ മുഖം പറയുന്നു യാതൊരു കള്ളന്റെ ലക്ഷണവും ഈ മുഖത്തില്ല. ഇത് നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഫഅവ്വലു മാ സമിഅതു മിൻ,
മദീനയിലെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആദ്യമായി ഞാൻ കേൾക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം. 4 കാര്യങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആദ്യമായി ഞാൻ കേൾക്കുന്നത്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സന്ദർഭം വെച്ച് നമ്മൾ ചിന്തിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു വലിയ സിദ്ധിയാണ് ജവാമിഉൽ കലിം എന്ന് പറയും. ചെറിയ വാക്കുകളിൽ വലിയ ആശയങ്ങളെ ഉൾപ്പെടുത്തി സംസാരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആരെയാണോ സംബോധന ചെയ്യുന്നത് അവരെ മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹുവിന്റെ റസൂലിനുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുത്തുനബിയുടെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുമ്പ് നേരിട്ട് യാതൊരു പരിചയവുമില്ല. അദ്ദേഹം മദീനയിലെ ജൂത പണ്ഡിതന്മാരുടെ തലവനാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബ്നു സലാം എന്നാണ്. ആ പേരുള്ള വ്യക്തി മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ അറിയാൻ, അതുമായി വന്ന പ്രവാചകനെ അറിയാൻ വന്നു നിൽക്കുകയാണ്. ബുദ്ധിമാനായ ഒരു മനുഷ്യന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരൊന്നാം തരം സന്ദേശം വളരെ ചുരുക്കി അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുകയാണ്. ആ വാക്കുകൾ, ആ ആശയങ്ങൾ പ്രസരിപ്പിക്കാൻ നബിതങ്ങൾ ഉപയോഗിച്ച ഓരോ അക്ഷരങ്ങളും എത്ര സൂക്ഷിച്ചാണ് നബിതങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ചിന്തിച്ചാൽ. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബ്നു സലാം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ആദ്യമായി നബിതങ്ങൾ പറയുന്ന വാക്കും ഏതുകൊണ്ടാണ്? അഫ്ശുസ്സലാം, സലാം പറയൽ നിങ്ങൾ വ്യാപിപ്പിക്കുക. ഇസ്ലാമിനെ അറിയാൻ വന്ന അബ്ദുല്ലാഹിബ്നു സലാമിന്റെ പേര് പോലും ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യത്തെ സന്ദേശമായി കൊടുക്കുന്നു അഫ്ശുസ്സലാം. പിന്നീട് പറയുന്ന വാക്കുകളൊക്കെ അതേ മീമിൽ അവസാനിക്കുന്നു. വഅത്ഇമുത് ത്വആം, ആഹാരമുണ്ടാക്കി ആളുകളെ ഭക്ഷിപ്പിക്കുക. പിന്നെ പറയുന്നു വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുക. നാലാമതായി പറയുന്നു വസല്ലു വന്നാസു നിയാം, ജനങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 4 സന്ദേശത്തിലും മീമ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തിയ സലാം കൊണ്ട് തുടങ്ങുന്നു. പിന്നെ അവസാനം പറയുന്നതോ ഇത് 4 നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സലാമോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. ബുദ്ധിമാനായ, സാഹിത്യമറിയുന്ന, വിവരമുള്ള അബ്ദുല്ലാഹിബ്നു സലാം എന്ന മഹാന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ സ്പോട്ടിൽ അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. സഹോദരന്മാരെ, ഒരു ബുദ്ധിമാനായ മനുഷ്യന് ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, വളരെ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ആ മതത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ മാത്രം എന്താണ് ഈ പറഞ്ഞ 4 കാര്യത്തിൽ അകപ്പെട്ടത്? ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു ജീവിത വ്യവസ്ഥിതിയാണ്. അതിൽ മനുഷ്യരുടെ വൈയക്തികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, കുടുംബപരമായ വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നു, രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങൾ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നു. മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെല്ലാം സമ്പൂർണമായി വിശകലനം നടത്തുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗപ്രവേശം ലഭിക്കുക എന്ന ജീവിത ലക്ഷ്യം മുന്നിൽ വെച്ച ഇസ്ലാം
ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ഈ സമയത്ത് കൊടുത്ത സന്ദേശങ്ങൾ 4 അതിൽ ആദ്യത്തെ 3 സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഒന്ന് അഫ്ശുസ്സലാം. ഒരു മതത്തിന്റെ എല്ലാ സൗന്ദര്യവും ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നത് ഇവിടെ അശാന്തി വിതക്കാനല്ല, ഇവിടെ സംഘടനകളും വിഭാഗ്യതയും സൃഷ്ടിക്കാനല്ല. ഈ ലോകത്ത് ഇസ്ലാമിനെ മുത്തുനബി പ്രചരിപ്പിക്കുന്നത് സമാധാനത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സന്ദേശമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നബിതങ്ങൾ ഉപയോഗിച്ചത് ഏത് പ്രബോധകന്മാരും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അത് സമാധാനമാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? ഒതുക്കം, എടുത്തു ചാടാതിരിക്കുക, വിനയം, വിധേയപ്പെടുക, ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ആ മതം സ്വീകരിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് മുസ്ലിം. വിനയമുള്ളവൻ, വിധേയത്വമുള്ളവൻ, എടുത്തു ചാടാത്തവൻ. ആ മുസ്ലിം മറ്റൊരാളെ കാണുമ്പോൾ അയാൾക്ക് കൈമാറുന്ന സന്ദേശമാണ് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ശാന്തി കൈവരട്ടെ, സമാധാനം ലഭിക്കട്ടെ. ആ മുസ്ലിം ഓരോ ദിവസവും ചുരുങ്ങിയത് 17 റക്അത്തെങ്കിലും നിസ്കരിക്കുന്നു 5 നേരങ്ങളിലായി. ഓരോ നിസ്കാരത്തിലും 1-ലധികം തവണ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ നല്ല മനുഷ്യർക്കും അള്ളാഹുവിന്റെ സമാധാനം വരട്ടെ. നിസ്കാരത്തിന്റെ അകത്ത പ്രാർത്ഥന. 5-മതായി ആ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വേർപിരിയുന്നത്, ഒഴിഞ്ഞു പോരുന്നത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സമാധാനം നേർന്നുകൊണ്ട്. അതാർക്കാണ്? 2 ഭാഗത്തേക്കും എല്ലാവർക്കും സലാം. അതിനാണ് ഒരു ഭാഗത്തേക്ക് ഇതിന് അസ്സലാമു അലൈക്കും, ഇപ്പുറത്തേക്ക് തിരിഞ്ഞു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എന്നില്ല, എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് നിസ്കാരം അവസാനിപ്പിച്ചു. എന്നാൽ തീരുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രാർത്ഥനയും എന്താണ്? അല്ലാഹുമ്മ അന്തസ്സലാമു വമിൻകസ്സലാമു വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ, നീയാണ് സമാധാനത്തിന്റെ സ്രോതസ്. അതിന്റെ വരവും മടങ്ങി ചെല്ലുന്നതും നിന്നിലേക്കാണ്. എവിടെ അശാന്തി വന്നാലും സമാധാനം കൊണ്ടുവരാൻ നിനക്ക് മാത്രമേ കഴിയൂ. അതിനാൽ ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, സമാധാനപൂർണമായ ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണമേ. 6 കാര്യങ്ങളായി. ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനി, നിസ്കാരത്തിൽ അവന്റെ പ്രാർത്ഥന സമാധാനത്തിനു വേണ്ടി, സലാം വീട്ടുന്നത് സമാധാനം നേർന്ന്, നിസ്കാരം കഴിഞ്ഞ് അവന്റെ പ്രാർത്ഥന സലാമിന് വേണ്ടി, സമാധാനത്തിനു വേണ്ടി. ഇനി ആ മുസ്ലിമായ മനുഷ്യന്റെ ജീവിത ലക്ഷ്യമോ? 6-മത്തെ കാര്യം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീടാകുന്ന സ്വർഗത്തിലേക്കാണ് അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ സമാധാനം മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവുമായാണ് ഈ നേതാവ് എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന് ബുദ്ധിമാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെങ്കിൽ, ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങൾക്കും സമൂഹത്തിനാകെയും ശാന്തിയും സ്വാസ്ഥ്യവും ലഭിക്കണം എന്ന് ആശിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇതൊരാശയായി മനസ്സിൽ വെക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് നിങ്ങളെപ്പോഴും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം, ആ സന്ദേശം കൈമാറണം. അതിനാൽ അഫ്ശുസ്സലാം, സലാം പറയലിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയുന്നുണ്ട്, ഞങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പം കാണുന്ന സ്വഹാബിയോട് സലാം പറയും. ഇനി ഒരു തൂണ് മറഞ്ഞ് വീണ്ടും അവരൊന്നുകൂടി കണ്ടാൽ പിന്നെയും സലാം പറയും.
നമ്മളൊക്കെ രാവിലെ സലാം പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം വീണ്ടും സലാം പറഞ്ഞു. എന്നോടല്ല രാവിലെ പറഞ്ഞ് ഇനി ഇപ്പോഴും പറയാണോ നീ? നമുക്ക് മടുപ്പുണ്ട്. സ്വഹാബത്ത് തിരിഞ്ഞും മറിഞ്ഞും കാണുമ്പോഴൊക്കെ സലാം. റസൂലുള്ളാഹിന്റെ പാഠശാലയിൽ നിന്ന് വിദ്യ അഭ്യസിച്ചവരാണ്. സലാം പറയൽ വ്യാപിപ്പിക്കണം. എന്തിനാണത്? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ സൗന്ദര്യം അതാണ്, അതിന്റെ ലക്ഷ്യം അതാണ്, സമാധാനം ഇവിടെ സൃഷ്ടിക്കുക. ആ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നിരന്തരമായി നമ്മൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടേ ഇരുന്നാൽ അതിലൂടെ കിട്ടാൻ പോകുന്ന നേട്ടം അത് മനുഷ്യരുടെ മനസ്സുകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഒരു വലിയ ഘടകമാണ് ഈ സലാം പറയുക എന്ന്. അതുകൊണ്ട് തന്നെ മുത്തുനബി പറയുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. ഈമാൻ പരിപൂർണമാകാതെ നിങ്ങൾക്കാർക്കും സ്വർഗപ്രവേശം ലഭിക്കുകയില്ല. വലാ തുഅ്മിനൂ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുകയും ഇല്ല. ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകാതെ. പരസ്പരം സ്നേഹമുള്ളവരായെങ്കിലേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകൂ. ഈമാൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. ഈ രണ്ട് ആമുഖങ്ങളും പറഞ്ഞിട്ട് പരിഹാരവും കൂടെ റസൂലുള്ള പറയണല്ലോ. അവിടുന്ന് പറയുന്നു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും. ഞാൻ ഒരു സംഗതി നിങ്ങളെ പഠിപ്പിക്കട്ടെയോ? അത് നിങ്ങൾ പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരും. അഫ്ശുസ്സലാമ ബൈനക്കും. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക. ഇന്ന് നമ്മളൊക്കെ സലാം പറയലുണ്ട്. പലരും സലാം പറയൽ ആരോടാ? ഞങ്ങളെപ്പോലെയുള്ള ഈ വേഷത്തിൽ നടക്കുന്ന ആളുകളെ കണ്ട സാധാരണക്കാരൊക്കെ ഓടി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്നാൽ അധിക സാധാരണക്കാരും പരസ്പരം കണ്ടാലോ, ഇജ്ജ് എവിടുന്നേ എങ്ങ വരുന്നേ, എത്താ കുതിരെ, ഇതൊക്കെയാണ് അവര് സംബോധന ചെയ്യാൻ തുടങ്ങുന്ന പദങ്ങൾ. ഇത് കേട്ടാ തോന്നും നമ്മൾ തീരെ സമാധാനം ഇല്ലാത്ത കഴിയുന്ന കുറച്ച് ആൾക്കാരായതുകൊണ്ട് നമുക്ക് സമാധാനം നേരെയാണ്. ഇത് പോരാ. സാധാരണക്കാര് പരസ്പരം കാണുമ്പോൾ സലാം പറയണം. വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് ഭാര്യയോട് സലാം പറയണം. വീട് വിട്ടുപോകുന്ന കുട്ടികൾ ഉമ്മയോടും ബാപ്പയോടും സലാം പറയണം. ബന്ധുമിത്രാദികൾ സലാം പറയണം. അങ്ങനെ എല്ലാവരും പരസ്പരം സലാം പറയണം. നമ്മൾ കുടുംബക്കാർക്കിടയിലല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത്. ആ സ്നേഹബന്ധം ഉണ്ടാകണമെങ്കിൽ സലാം പറയൽ വ്യാപിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. പക്ഷേ അതിനിപ്പോ എങ്ങനെ തുടങ്ങാന്ന്? 35 കൊല്ലായി കദീശുവിനെ കെട്ടിയിട്ട് ഇതുവരെ സലാം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഇവിടുന്ന് വാഴതും കഴിഞ്ഞ് പോകുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവിടെ കേറിയാല് എങ്ങനെ ഇപ്പൊ പറയലേ? പറഞ്ഞാപ്പോ എന്താ ഓള് വിചാരിക്ക? ഇത് പേടുന്നോ ജിന്നോ ശൈത്താൻ എന്തോന്ന് കൂടി വരികയാണ്. ഏതായാലും നല്ല ജിന്നാന്നല്ലേ വിചാരിക്കുള്ളൂ, സലാം പറഞ്ഞല്ലേ വരുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കണ്ട. ചെന്ന ഉടനെ സലാം പറഞ്ഞിട്ട് ഒരിച്ച് പേടിച്ചൊന്നും വേണ്ട, ജിന്നും ശൈത്താനൊന്നും കൂടിയതല്ല, വയല് കേട്ട് വരികയാണ്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൊരയിൽ വരുമ്പോ സലാം പറഞ്ഞതിന്റെ ഒരുപാട് ഗുണങ്ങൾ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സലാം പറയാ, ആ ചമ്മലൊക്കെ ഒന്നാട്ട് ഒഴിവാക്ക എന്ന് പറഞ്ഞാട് മുറിഞ്ഞാള്, എന്നാ പിന്നെ നമുക്ക് അതിൽ വിഷമമുണ്ടാവില്ല. ഈ സലാം പറയുന്ന ഒരു രീതി നമ്മൾ വീട്ടിൽ പാലിച്ചു നോക്കൂ. നമ്മളെ എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരാള് വീട് വിട്ടു പോരുമ്പോൾ അവന്റെ വീട്ടുകാർക്ക് അവൻ നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷ എന്താണെന്നറിയുമോ? അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് പോരലാണ്. പടച്ചോനായിട്ട് ഏൽപ്പിച്ചതാ. പൊരക്കാർ നിങ്ങൾ ധൈര്യമായിട്ട് നോളി അസ്സലാമു അലൈക്കും, അള്ളാന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാട്ടെ. ഇത് മനസ്സ് തട്ടി പറഞ്ഞതാണോ? നമ്മളെ കുടുംബത്തിന് അള്ളാഹ് കാവൽ നിൽക്കും. പിന്നെ നമ്മൾ രഹസ്യ ക്യാമറന്റെ ആവശ്യമില്ല. വേറെ ഏതെങ്കിലും വാച്ച്മാനെ വെക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മളെ കുടുംബത്തിന് നാം നൽകുന്ന സുരക്ഷ അത് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് നമ്മൾ ശീലമാക്കണം. വീട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ സലാം പറയണം.
ഈ സലാം പറയുക എന്നതിന് ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് രീതിശാസ്ത്രമുണ്ട്. ആദ്യമായി ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്ന നേരത്ത് എങ്ങനെയാണ് അവൻ ആ മുസ്ലിമുമായി അഭിമുഖീകരിക്കേണ്ടത്? അടുത്ത് കാണുന്ന നേരത്ത് തന്നെ സലാം പറയുന്നതിന്റെ മുമ്പായി അവൻ പറയാൻ പോകുന്ന സലാമിന്റെ ഒരു സന്ദേശം എന്നോണം അവന്റെ മുഖത്ത് അതിന്റെ ഒരു സന്തോഷം അവൻ പ്രകടിപ്പിക്കണം. അതുകൊണ്ട് തന്നെ കാണുന്ന സമയത്തതാ ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കണം. മുത്തനബി പറയുന്നു, തബസ്സുമുക ഇലാ വജ്ഹി അഖീക സദഖാ. സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് സ്വതക്കയുടെ പുണ്യം കിട്ടുന്ന നല്ല ഒരു കർമ്മമാണ്. ഒരാളെ കാണുമ്പോൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ വിഭവം പുഞ്ചിരിയാണ്. അതിന്റെ വില പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഒരു പുഞ്ചിരിയുടെ വില അറിയണമെങ്കിൽ നമുക്ക് നമ്മെ പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നിറങ്ങി നോക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലഘട്ടം. നമ്മൾ അപരിചിതരായ നാട്ടിൽ, നമ്മളെ പരിചയമില്ലാത്തവരെ നാട്ടിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നതെങ്കിൽ ആ നാട്ടുകാർ മൊത്തം നമ്മളിങ്ങനെ നോക്കും. അടി മുതൽ മുടി വരെ നോട്ടം കണ്ടാൽ തോന്നുന്നതുമല്ല വംശനാശം നേരിടുന്ന ജീവിയാണെന്നുള്ളതിനുള്ള പഠിച്ചാണ് ഇവർ നോക്കുന്നത്. എന്തിനായി നോട്ടം? ഇത് വല്ല ഭീകരവാദിയോ തീവ്രവാദിയോ ഏത് ജാതിയാന്ന് അറിയില്ലല്ലോ, അങ്ങനെ നോക്കുകയാണ്. നമ്മളും ബേജാറാവുന്നു, പഠിച്ചോൻ എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ നമ്മളെ കണ്ടപ്പോൾ ഒന്ന് ചെറുങ്ങനെ പുഞ്ചിരിച്ചു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമുക്കൊരു 10,000 രൂപ തന്നതിനേക്കാൾ ഒരു ചായ വാങ്ങിത്തന്നതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും ആ സമയത്ത് ലഭിക്കുന്ന പുഞ്ചിരി. അതുകൊണ്ട് തന്നെ പുഞ്ചിരിക്കുക എന്നതൊരു ദാനധർമ്മമാണെന്ന് നബിതങ്ങൾ പറയുന്നു. ആ പുഞ്ചിരി കൊണ്ട് വലിയ നേട്ടം നമുക്കുണ്ടാകുന്നു. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളെ കടയിൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും അവിടേക്ക് ആര് വരുമ്പോഴും കച്ചവടക്കാരൻ അയാളെ മുഖത്ത് നോക്കി ഒന്ന് മൈൻഡ് ചെയ്ത് പുഞ്ചിരിക്കണം. എന്നാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ അയാൾ നമ്മളെ വെയിറ്റ് ചെയ്യും. മറ്റേ ആൾ സാധനം കൊടുക്കണം, ഒന്ന് നോക്കി ചിരിച്ചാൽ മതി. പെരുന്നാക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അതിന് ഏറ്റവും നല്ല ഒരു പുഞ്ചിരി. എന്നാല് കുറച്ച് സമയം ആള് വെയിറ്റ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് നോക്കിയതുമില്ല ചിരിച്ചതുമില്ല, എന്നാലോ ഒരു മിനിറ്റ് നിന്നിങ്ങനെ ഇവിടെ ഇപ്പൊ യാതൊരു മൈൻഡും ഇല്ല എന്ന് പറഞ്ഞ് വേഗം അടുത്ത കടയിൽ കടുക്കും. അപ്പൊ ആദ്യം കാണുന്ന സമയത്ത് ഒരു ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഭവം പുഞ്ചിരിയാണ്. അതിന് അള്ളാഹു പ്രതിഫലം നൽകും. ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ കൊടുക്കേണ്ടത് ഈ പുഞ്ചിരിയാണ്. ഭാര്യയെ കാണുന്ന ഭർത്താവും പുഞ്ചിരിച്ചുകൊണ്ടാണ് അഭിമുഖീകരിക്കേണ്ടത്. മക്കളെ കാണുന്ന സമയത്ത് വാപ്പ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കണം. കയ്യിൽ മിഠായി ഇല്ലെങ്കിലും ആ കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും വാപ്പയുടെ ഒരു പുഞ്ചിരി. സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്ന മക്കൾ, ആ കുട്ടികൾ വരുമ്പം പല വീട്ടിലും കുട്ടികൾ ദുശാഠ്യങ്ങളൊക്കെ കാണിക്കും. ഇത് കാണിക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഉപായം എന്താ? കുട്ടി ഇങ്ങനെ വേഗം പിടിച്ച് വരുമ്പം തന്നെ ഉമ്മ കോലായിൽ വന്നിട്ട് ആ ഉമ്മാന്റെ കുട്ടിയല്ലേ ആ വരുന്നത് എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചു നോക്കിങ്ങൾ. അന്ന് ആ കുട്ടി നല്ല സ്വഭാവത്തിലായിരിക്കും. അതിന് ചിരിക്കാൻ ഉമ്മാർക്ക് കഴിയൂല. ആ എത്തിപ്പോയി, ഇനിയിപ്പം പറയണ്ട, ഈ നേരം വെളുക്കണവരെ എന്താപ്പ കാട്ടുക, സ്കൂൾ ഇപ്പൊ അവധിയാകുകയാണ്, ഇനി 2 മാസം ഇപ്പൊ അവനെ കൊണ്ട് കുടുങ്ങിയല്ലോ. ഈ നിലക്കാണ് സ്കൂൾ വിട്ട് വരുമ്പോ നമ്മളെ മുഖഭാവമെങ്കിൽ ആ കുട്ടീന്റെ സ്വഭാവത്തെ ഇത് ബാധിക്കും. കുട്ടികൾക്ക് നമ്മൾ പുഞ്ചിരി കൊടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് ഒരാളെ അഭിമുഖീകരിച്ചാൽ അത് സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ ആദ്യമായി നമ്മൾ പുഞ്ചിരിക്കുക. അടുത്തെത്തിക്കഴിഞ്ഞാൽ ഇനി അതാ 2 കർമ്മങ്ങൾ ചെയ്യണം. നബിതങ്ങൾ പറയുന്നു, ആ ആൾക്ക് നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുക, കൈ കൊടുക്കുക. സ്ത്രീകൾ സ്ത്രീകളെ കാണുമ്പോൾ കൈ കൊടുക്കൽ സുന്നത്തുണ്ട്. പുരുഷന്മാർ പുരുഷന്മാരെ കാണുമ്പം കൈ പിടിക്കൽ സുന്നത്തുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? മുത്തുനബി പറയുന്നു, തസാഫഹു, നിങ്ങൾ പരസ്പരം മുസാഫഹത്ത് നടത്തുക. തുദ്ഹിബുൽ ഗില്ല,
അത് ഹൃദയത്തിൽ നിന്ന് ഈറയും ദേഷ്യവും പോരും അസൂയൊക്കെ പോക്കിക്കളയും. നിങ്ങളോട് ആർക്കെങ്കിലും കടുത്ത വെറുപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അയാളെ മനസ്സിൽ നിന്ന് നമ്മളോടുള്ള ആ വെറുപ്പ് നീക്കാൻ ഏറ്റവും വലിയ എളുപ്പ വഴി എന്താ? ഇടക്കിടക്ക് അയാളെ കാണുമ്പോൾ കൈയൊടിച്ച് മുസാഫത്ത് ചെയ്താൽ മതി. എന്നാ നമ്മളെ രണ്ടാളെയും കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ കൈമാറപ്പെടുന്ന ആ സ്നേഹം അത് നമ്മളോടുള്ള വെറുപ്പ് നീക്കിക്കളയും എന്നാണ് മഹാനായ TC ഉസ്താദ് നവ്വറല്ലാഹു മർഖദ വലിയൊരു പ്രബോധകനായി. മഹാന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം, ഏത് മഹല്ലിൽ ജോലിക്ക് ചെന്നാലും അവിടെ ആൾക്കാർ പറയും, ഇവിടെ ഇങ്ങനെ ഒരു ആചാര്യൻ കേട്ടോ, നമ്മളെ കടുത്ത എതിരാളിയാ, നിങ്ങളയാൾക്ക് കണ്ണിന്റെ ഏറെ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ TC ഉസ്താദ് പിറ്റേന്ന് വണ്ടി എടുത്ത് ആ ആചാരപ്പുരയിൽ കടക്കുക. ഉസ്താദിന്റെ ആ 14-ാം രാവിന്റെ പുഞ്ചിരി ചിരിച്ചിട്ട് അടുത്ത് ചെന്നിരിക്കും. അത് നമ്മൾ പഠിക്കേണ്ട. ഒരാളെ അഭിമുഖീകരിച്ചിരിക്കുമ്പം ഒരാൾ ഇങ്ങേ തലക്ക് മറ്റാൾ അങ്ങേ തലക്കരുമല്ല, അടുത്തിരിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ചിലപ്പോൾ മുട്ടോട് മുട്ട് ചേർന്നിരുന്ന് പറഞ്ഞില്ലേ, അതുപോലെ അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് ആചാര്യ കൈ ഇങ്ങോട്ട് പിടിക്കും. ആ കൈയിന്റെ പുറത്തൂടെ രണ്ടും ഇച്ചില എന്തെല്ലാം ആചാര്യെന്നാണ് ചോദിച്ചു. അയാളായിരിക്കും പിന്നെ ആ നാട്ടിൽ TC ഉസ്താദിന്റെ ഏറ്റവും അടുത്ത മിത്രം. ഇത് അനുഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മുസാഫഹത്ത് നടത്തിയാൽ ഏത് എതിരാളിയുടെ മനസ്സിൽ നിന്നും അയാളെ ദേഷ്യം പമ്പ കടന്നു പോകും. അങ്ങനെ സാമൂഹിക ജീവിതത്തിൽ പരസ്പരം അകൽച്ചയില്ലാതെ അടുപ്പമുണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണ് പുഞ്ചിരിക്കുക, മുസാഫഹത്ത് കൊടുക്കുക. അതിന്റെ കൂടെ വാചികമായ സന്തോഷം കൈമാറാനാണ് അസ്സലാമു അലൈക്കും. ആലോചിച്ചു നോക്കൂ, ആരോടും ഏത് സമയത്തും പറയാവുന്ന സമാധാനത്തിന്റെ സന്ദേശമല്ലേ ഇത്? അതേ സമയത്ത് വേറെ പല മതസ്ഥരും അല്ലെങ്കിൽ സംസ്കാരമുള്ളവരും അഭിവാദ്യം നേരാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ അതൊന്നും എപ്പോഴും എല്ലാവരോടും പറയാൻ പറ്റിയതല്ല. ഒരാളെ വാപ്പ മരിച്ചടക്ക, ആ മരിച്ച വാപ്പ അവിടെ കിടക്കുമ്പോ ആ വീട്ടിലേക്ക് കയറി ചെന്ന് വരുന്ന ഒരാൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പലർത്തും വെക്കാലപ്പന് ഇന്ന് നല്ല പ്രഭാതാവട്ടെ. വാപ്പ മരിച്ചെടുക്കുമ്പോഴാണ് ഈ വാക്ക് കേൾക്കുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ചിന്തിക്കുന്നത് വേറെ കോലത്തിലായിരിക്കും. അപ്പം പറയാൻ പറ്റുന്ന വാചകല്ല. അതേ സമയത്ത് അസ്സലാമു അലൈക്കും എന്നത് ആരോടും ഏത് സമയത്തും പറയാം. ആ സലാം പറയിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. അതിന്റെ മര്യാദകളുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ഇരിക്കുന്നു, അങ്ങോട്ടേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ ആ കടന്നു വരുന്ന ആളാണ് ഇരിക്കുന്ന ആളോട് സലാം പറയേണ്ടത്. അതിനു മുമ്പ് നമ്മൾ അങ്ങോട്ട് എറിഞ്ഞു പിടിപ്പിക്കാൻ പാടില്ല. ചിലരങ്ങനെ ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പം വരുന്ന ആളോട് ഇവിടുന്ന് അങ്ങോട്ട് പറയും, അത് പറ്റൂല. വരുന്ന ആൾ ഇങ്ങോട്ട് പറയാൻ പാടില്ല. മദ്രസയിലെ ക്ലാസ്സിലേക്ക് ഉസ്താദ് കയറുകയാണെങ്കിൽ ആരാ സലാം പറയേണ്ടത്? ഉസ്താദാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു സംസ്കാരം, അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പം കുട്ടികളെല്ലാവരും കൂടി ഗുഡ് മോർണിംഗ് ടീച്ചർന്ന് അങ്ങോട്ട് എറിയല. ഈ ശീലം ഉസ്താദ് വരുമ്പോഴും പറയുന്ന സ്വഭാവം പല സ്കൂളിലും നമ്മൾ കാണാം. അത് പാടില്ല. മര്യാദയനുസരിച്ച് ഒരു സ്ഥലത്തുള്ളിടത്തേക്ക് വരുന്നവര് സലാം പറയണം. ഇനി രണ്ടു കൂട്ടരും വരികയാണ് രണ്ട് ഏരിയയിൽ നിന്ന്, എന്നാൽ ഒരു ഭാഗത്തുനിന്ന് വരുന്നവർ കുറഞ്ഞ അംഗങ്ങളെ ഉള്ളൂ. ഉദാഹരണത്തിന് 5 പേരാണ്, ഇപ്പുറത്തുനിന്ന് വരുന്നത് 10 പേരാണ്. എന്നാൽ 5 അംഗങ്ങളുള്ള കുറഞ്ഞ അംഗങ്ങൾ കൂടുതൽ അംഗങ്ങളുള്ള സംഘത്തോട് ഇങ്ങോട്ട് സലാം പറയണം. ഇതുപോലെ ഒരാൾ വാഹനത്തിൽ ഇങ്ങനെ പോകുന്നു, 2 വീലറിൽ സഞ്ചരിക്കുകയാണ്, ഒരാൾ റോട്ടിൽ നിൽക്കുകയോ നടന്നു പോകുകയോ ആണ്. എന്നാൽ അപ്പോൾ സലാം പറയേണ്ടത് വാഹനത്തിൽ പോകുന്നവൻ നടന്നു പോകുന്നവനോടാണ് സലാം പറയേണ്ടത്. ഇവൻ അങ്ങോട്ട് പറയലല്ല, വണ്ടിയിലുള്ളവൻ ഇങ്ങോട്ട് പറയണം. കാരണം ചിലപ്പം സലാം അടക്കുമ്പോഴേക്ക് വണ്ടി ഒരേ അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. എന്നാ പറഞ്ഞോൻ പോയത് കൊണ്ടാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. അതേ സമയത്ത് റോട്ടുമൂടെ പോകുന്നവൻ അസ്സലാമു അലൈക്കും മറ്റാളോട് പറഞ്ഞാൽ അയാൾ സലാം അടക്കണത് പിന്നെ നമ്മൾ കേൾക്കൂല, അയാൾ കുറെ അപ്പുറത്തെത്തി പോയിട്ടുണ്ടാവും. അപ്പൊ വണ്ടിയിൽ പോകുന്ന ആള് റോട്ടിൽ നിൽക്കുന്നവനോട് ഇങ്ങോട്ട് പറയണം. ഓരോന്നിനും മര്യാദകളുണ്ട്. അതേ സമയത്ത് അന്യരായ
സ്ത്രീയും പുരുഷനും തമ്മിൽ സലാം പറയൽ സുന്നത്തില്ലെന്നു മാത്രമല്ല, സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് അത് തുടങ്ങൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അതിനാൽ സ്കൂളിലേക്കാണെങ്കിലും ഉമ്മമാര് ഫോൺ ചെയ്ത് വിളിക്കുന്ന നേരത്ത് സലാം പറയേണ്ടതില്ല. കുട്ടികളുടെ ഉസ്താദുമാരോടാണെങ്കിലും നിങ്ങൾ സലാം പറയേണ്ടതില്ല. അത് സുന്നത്തുള്ള കാര്യമല്ല. അതേ സമയത്ത് ഭാര്യയും ഭർത്താവും മക്കളും അവരുടെ മഹറമായ ബന്ധുക്കളും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം സലാം പറയണം. പ്രത്യേകിച്ച് വീട്ടിലുള്ളവർ സലാം പറയണം. ഈ സലാമിന്റെ മര്യാദകൾ നമ്മൾ എപ്പോഴും പാലിക്കണം. സലാം പറയൽ സുന്നത്താണെങ്കിലും അത് മടക്കൽ നിർബന്ധമാണ്. ഒരു വ്യക്തിയോടാണ് സലാം പറഞ്ഞതെങ്കിൽ ആ വ്യക്തിക്ക് ഫർള് ഐനാണ് സലാം മടക്കൽ. ഒരു സംഘത്തോടാണെങ്കിൽ ഫർള് കിഫായയാണ്. ആരെങ്കിലും ഒരാൾ മടക്കണം, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അപ്പൊ നമ്മളൊരു സദസ്സിൽ കയറി നിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ആ സലാം കേൾപ്പിച്ചുകൊണ്ട് മടക്കണം. പള്ളിയിൽ നിന്ന് ഖത്തീബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു പൂർണ്ണമായ സലാമാ പറയുന്നു. അപ്പൊ ഒരാളെങ്കിലും മുന്നിൽ നിൽക്കുന്ന ആളെങ്കിലും ഉറക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എല്ലാവരും കുറ്റക്കാരാവും. നമ്മൾ പ്രഭാഷകന്മാർക്കുള്ള കോച്ചിങ് ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച മർക്കസിൽ വെച്ച് AP ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദ് ഈ വഅദ് പറയുമ്പോഴൊന്നും സ്റ്റേജിൽ വന്ന് സലാം പറയണത് കേൾക്കലില്ലല്ലോ. നമ്മളാരും കേൾക്കല്ല, ഉസ്താദ് സലാം അലൈക്കും എന്ന് പറയില്ല. അതെന്താന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, അത് ആരും മടക്കൂല, പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഓലെ കൊണ്ടൊരു കുറ്റം ചെയ്യിക്കണത്. സലാം പറഞ്ഞാ സലാം പറഞ്ഞത് ഇങ്ങനെ അതിന്റെ ഭാഗാന്ന് വിചാരിക്കും ആൾക്കാര്. സലാം മടക്കൂല, മടക്കാത്തവരോട് ഇതിനെ പറയേണ്ട ആവശ്യമല്ല എന്നാണ് ഉസ്താദ് അപ്പം പറഞ്ഞ മറുപടി. അപ്പൊ നമ്മൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം നിർബന്ധമായും മടക്കണം. ഒരാളെങ്കിലും മടക്കണം, ഒരു സംഘത്തോടാണ് പറഞ്ഞതെങ്കിൽ. ഇനി വേറെയും ഒരുപാട് മര്യാദകൾ അതിനുണ്ട്. സലാം പറയാനുള്ള ചുരുങ്ങിയ വാചകം അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. നിങ്ങളോട് അഭിവാദ്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചമായി നിങ്ങൾ സലാം മടക്കണം. അസ്സലാമു അലൈക്കും എന്നൊരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്നാണ് മടക്കേണ്ടത്. അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ കുറിക്കല്യാണം ഉണ്ടായിരുന്നു. 500 റുപ്യ കൂടിയാൽ ചുരുങ്ങിയത് ഒരു 750 റുപ്യ ആയിട്ട് കൊടുക്കണ്ടേ. അന്ന മാതിരി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതാണ് മാന്യത. ഔ റുദ്ദുഹാ, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞതെങ്കിലും തിരിച്ചു കൊടുക്കണം. 500 ഉറുപ്യ അങ്ങോട്ട് തന്നിട്ട് അത് 400 ആക്കി കൊടുത്താലോ? അത് ശരിയല്ലല്ലോ. അപ്പം ചിലപ്പോ അങ്ങാടിന്ന് കണ്ടാ ചോദിക്കും, നമ്മളെ 500 ആണല്ലോ അന്ന് കൂടി, നിങ്ങൾ 100 കുറഞ്ഞു പോയ മാതിരി തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുത്താതെ ഇങ്ങോട്ട് പറഞ്ഞതെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്നെങ്കിലും തിരിച്ചു പറയണം. ഇതുപോലെ കത്തെഴുതുമ്പോൾ സലാം പറയുന്ന രീതിയുണ്ട്. പല ആളുകളും കത്തിന്റെ മുകളിൽ അസ്സലാമു അലൈക്കും എന്നെഴുതും. ഇങ്ങനെ എഴുതിയാൽ മറുപടി എഴുതുന്ന സമയത്ത് വഅലൈക്കും അസ്സലാം എന്ന് എഴുതുക ഒന്നുകിൽ, അല്ലെങ്കിൽ കത്ത് വായിക്കുമ്പോൾ വായ കൊണ്ട് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു മടക്കുക. ഈ രണ്ടാലൊരു രീതിയിൽ കത്തിലൂടെയുള്ള സലാം മടക്കൽ നിർബന്ധമാണ്. പലരും സംഭവിക്കുന്ന എന്താ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, സലാം ആരും മടക്കില്ല. മറ്റാളും പറയണ്, ഇയാളും പറയണ്. അത് പോരാ, കത്തിലാണെങ്കിലും സലാം മടക്കണം. ഒന്നുകിൽ എഴുത്തിൽ, അല്ലെങ്കിൽ വായ കൊണ്ട് മടക്കണം. ഇനി സലാം കൊടുത്തയക്കുന്ന രീതിയുണ്ട്. വാപ്പാക്ക് സുഖം തന്നെയല്ലേ, കണ്ടിട്ട് കുറെ കാലായി, എന്റെ സലാം പറയണേ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞയച്ചാൽ നമ്മൾ അവിടെ ചെന്ന് വിവരം പറയുന്ന, നിങ്ങളോട് കുഞ്ഞമ്മദാജി സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും മതി. സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും, നേരത്തെ ആളുള്ള സലാം പറഞ്ഞതാണെങ്കിൽ ആ വിവരം കൊടുത്താലും മതി. അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വഅലൈക വഅലൈഹിസ്സലാം എന്ന് കൊണ്ടു തന്ന ആൾക്കും കൂടി സലാം പറഞ്ഞുകൊണ്ട് സലാം മടക്കലാണ് അതിന്റെ അദബ്. ഈ മര്യാദകളൊക്കെ പാലിച്ച് വ്യാപകമായി നാം സലാം വർദ്ധിപ്പിക്കണം. അത് സാമൂഹിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വലിയ കർമ്മമായി
മതം അതിനെ കാണുന്നു. ഇസ്ലാം മതം സമാധാനത്തിൽ അധിഷ്ഠിതമാണെന്ന സന്ദേശം അത് നൽകുന്നു. പുതിയ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്ലാമിന്റെ ഒരു ഭാഗമായി നമ്മൾ ഇതിനെ അറിയണമെന്ന് മാത്രം അത് സംബന്ധമായി ഉണർത്തുകയാണ്. രണ്ടാമതായി മുത്തുനബി പറഞ്ഞത് എന്താണ്? നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി ഭക്ഷിപ്പിക്കുക. സഹോദരന്മാരെ, ഒരു മതത്തിന്റെ സൗന്ദര്യം, അതിന്റെ സമഗ്രത അത് ബോധ്യപ്പെടുകയാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ഈ വാചകത്തിലൂടെ. പലർക്കും മതങ്ങളെ കുറിച്ചൊരു വിചാരമുണ്ട്. മതം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനുഷ്യന്റെ സ്വകാര്യ വിഷയമാണ്. ഓനിങ്ങനെ സമാധാനം കിട്ടാനുള്ള കുറച്ച് മന്ത്രങ്ങൾ ഉച്ചരിക്കാനുള്ളതാണ് മതം എന്ന് തെറ്റിദ്ധരിച്ചവർ ഇന്നും നമ്മളെ കേരളത്തിൽ ധാരാളം ആളുകളുണ്ട്. ഒരിക്കലുമല്ല. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ജീവിത പ്രത്യയശാസ്ത്രമാണ്. ഒരു മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ വഅള് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ അയാൾക്ക് സാധിക്കണമെങ്കിൽ ആദ്യം അയാളുടെ വിശപ്പ് മാറണം. അതിനു മുമ്പ് ജീവിക്കാൻ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ലാതെ മതം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ആ മുത്തുനബി ആദ്യം തന്നെ എന്തോ പറഞ്ഞു? അഫ്ശുസ്സലാം, നാട്ടിൽ സമാധാന അന്തരീക്ഷം വരട്ടെ. അവിടെയാണ് മതത്തിന്റെ നിർദ്ദേശങ്ങൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ പകർത്താനാവുക. രണ്ടാമതായി പ്രാഥമിക ആവശ്യമായ അവന്റെ വിശപ്പ് മാറട്ടെ. വിശപ്പ് മാറാതെ എങ്ങനെയാണ് ഒരു മനുഷ്യന് നിസ്കരിക്കാൻ കഴിയുക? അവൻ എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മനുഷ്യന്റെ വിശപ്പ് മാറ്റുക എന്നതിന് വലിയ പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ ദീന് കൊടുക്കുന്നത്. ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പ്രതിസന്ധികളെ, കടമ്പകളെ മുറിച്ചു കടക്കുന്നില്ല? നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ, സ്വർഗത്തിലേക്ക് കയറിക്കൂടാൻ ധാരാളം കടമ്പകളുണ്ട്. അതിനെ നിങ്ങൾ എന്തുകൊണ്ട് തരണം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, എന്താണ്? വമാ അദ്റാകമൽ അഖബ. എന്താണ് ഈ കടമ്പകൾ എന്ന് പറഞ്ഞാൽ അറിയുമോ? ഫക്കു റഖബ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്വാതന്ത്ര്യം തടയപ്പെട്ട് അടിമത്വത്തിന്റെ ചങ്ങലയിൽ പൂട്ടപ്പെട്ട മനുഷ്യരെ വിമോചിപ്പിച്ച് സ്വതന്ത്രരാക്കുക എന്നതാണ്. അത് നിങ്ങൾക്ക് ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്റബ യതീമ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. ദാരിദ്ര്യമുള്ള കാലാവസ്ഥയിൽ, സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് പട്ടിണി കിടക്കുന്ന അനാഥകളെയും പാവപ്പെട്ടവരെയും കണ്ടെത്തി അവർക്ക് ആഹാരം കൊടുക്കുകയാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ എളുപ്പമാക്കുന്ന പ്രവർത്തനമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ജനങ്ങളുടെ പട്ടിണി മാറ്റണമെന്ന് പറയുന്ന മതമാണ്. ഒരു മതം അള്ളാഹുവിന്റെ ദീനായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇതില്ലാതെ ഒരിക്കലും ഒരു മതത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് സമഗ്രമാവുകയില്ല, സമ്പൂർണമാവുകയില്ല. എന്നാൽ ഇതൊരു വാചകത്തിൽ ഒതുക്കി നിർത്താതെ ഇസ്ലാം അതിന്റെ നിത്യജീവിതത്തിൽ സാമൂഹ്യ ജീവികൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ അവരുടെ പട്ടിണി മാറ്റാനുള്ള കർമ്മ പരിപാടികൾ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഉൾപ്പെടുത്തിയത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം നമുക്ക് വീണ്ടും ബോധ്യമാകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രധാനപ്പെട്ട 2 ആഘോഷ ദിവസങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലി പെരുന്നാൾ. ഈ 2 ആഘോഷ ദിവസങ്ങളിലും ഇസ്ലാം ഏറ്റവും പുണ്യമുള്ളതായി പ്രഖ്യാപിച്ച 2 കർമ്മങ്ങൾ, അത് രണ്ടും ജനങ്ങളുടെ വിശപ്പ് മാറ്റുന്ന പരിപാടികളാണ്. ചെറിയ പെരുന്നാൾക്ക് ഓരോ വീട്ടിലുമുള്ള ആളുകളുടെ തലയെണ്ണി ഓരോരുത്തരുടെയും പേരിൽ ഏകദേശം 3 കിലോഗ്രാമോളം അരി അല്ലെങ്കിൽ പ്രധാന ആഹാരം
പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം. അതാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാളിന്റെ ദിവസമാണ്, എല്ലാവരും ആഘോഷിക്കുന്ന ദിവസത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു കുടുംബവും ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എന്തൊരു സൗന്ദര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ വരുമ്പോ എല്ലാ പാവപ്പെട്ടവന്റെ വീട്ടിലും ചാക്ക് കണക്കിന് അരി എത്തിച്ചേരുകയാണ്. ഇസ്ലാമിന്റെ കർമ്മ പരിപാടിയാണ്. എന്നാൽ ബലിപെരുന്നാൾ വരുമ്പോഴോ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ധാന്യാഹാരമാണെങ്കിൽ അവന്റെ മുഖ്യാഹാരങ്ങളിൽ മറ്റൊന്ന് മാംസാഹാരമാണ്. അതുകൊണ്ട് ഒരാഘോഷ ദിവസം ബലിപെരുന്നാളിന് മാംസാഹാര വിതരണമാണ് മതം നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ട് ആഘോഷങ്ങളുടെയും പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങ് ഭക്ഷണ വിതരണമാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു 300 വീടുകളുള്ള മുസ്ലിം മഹല്ല് നമ്മൾ സങ്കല്പിക്കുക. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 1000 മെമ്പർമാര് താമസിക്കുന്നുണ്ടാവും. 300 വീടുള്ള ഒരു മഹല്ലിൽ 1000 ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ, ഒരു മുസ്ലിം മഹല്ലിൽ ചുരുങ്ങിയത് മാസത്തിൽ 2 or 3 പ്രസവം നടക്കും. അങ്ങനെ നടന്നാൽ അവിടെയും എന്താണ് ഇസ്ലാമിന്റെ നിർദ്ദേശം? ഒരു കുട്ടി നമുക്ക് പറന്നാൽ നല്ലൊരു ഉരുവിനെ വാങ്ങി 2 വയസ്സ് പ്രായമുള്ള കുറ്റമറ്റ നല്ലൊരു മൃഗത്തെ ബലിയറുത്ത് അതിന്റെ മാംസം ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിതരണം നടത്തുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ജീവിതം സാമൂഹിക തലത്തിൽ നമ്മൾ നിരീക്ഷിച്ചാൽ ഒരു മഹല്ലത്തിലെ വീട്ടിലേക്ക് ചുരുങ്ങിയത് മാസത്തിൽ 2 or 3 മാംസപ്പൊതി കടന്നു വരാനുള്ള അവസരം ഇസ്ലാം സൃഷ്ടിച്ചു വെച്ചു. വേറെ ഏത് മതത്തിലാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്? പെരുന്നാളിനും അതുപോലെ നോമ്പിനും മാത്രമല്ല നമ്മളെ വീട്ടിലേക്ക് ആഹാരം വരുന്നത്. ഓരോ മാസവും ഒരു കുട്ടി ഒരു മഹല്ലത്തിൽ പിറന്നാൽ അതിന്റെ പേരിൽ വീടുകളിലേക്ക് മാംസം വരുന്നു. ഇനി ആ കുട്ടി വളർന്ന് വലുതായി അവനൊരു കല്യാണം കഴിക്കണം. എന്നാലോ അവിടെയും മതം പറയുന്നു ഔലിം വലോബിശാ, ഒരാടിനെങ്കിലും മറുത്ത് നിങ്ങൾ കല്യാണ സദ്യ കൊടുക്കുക. ഈ കല്യാണ സദ്യയിലും ആരെയാണ് പരിഗണിക്കേണ്ടത്? നാട്ടിലെ പാവപ്പെട്ടവർക്കാണ് വലിയ പരിഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് കാണാം, ശർറു ത്വആമി ത്വആമുൽ വലീമാ, ഏറ്റവും മോശപ്പെട്ട ആഹാരം ഒരു കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ, പാവപ്പെട്ടവരെ അവഗണിച്ച് സമ്പന്നരെ മാത്രം തെരഞ്ഞുപിടിച്ച് ക്ഷണിക്കുന്ന അഹങ്കാരത്തിന്റെ കല്യാണം. ആ കല്യാണത്തിൽ വിളമ്പുന്ന ആഹാരമാണ് ആ നാട് കണ്ട നാറിയ ഭക്ഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനു വേണ്ടിയാ? കല്യാണത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പ്രധാനമായും പാവപ്പെട്ടവരെ വിളിച്ചാണ്. അവർക്ക് ആഹാരം കൊടുത്തതിന്റെ പുണ്യം കൊണ്ട് സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കണമെന്ന വിശ്വാസമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ചാലും ആ മനുഷ്യൻ കല്യാണം കഴിച്ചാലും നാട്ടിലതാ ആഹാരമാണ്. നിങ്ങൾ നോക്കൂ, ഈ മാസത്തിൽ എത്ര ബിരിയാണി തന്നിട്ടുണ്ടാവും ഈ സദസ്സിലുള്ളവരൊക്കെ. ഇസ്ലാം മതത്തിന്റെ സമഗ്രത നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരു നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹമുള്ളവന് ഒരു മുസ്ലിം മഹല്ലത്തിൽ താമസിക്കുമ്പോൾ ആഴ്ചയിൽ 3 or 4 ബിരിയാണിയാണ് അവന്റെ മുമ്പിലേക്ക് വരുന്നത്. വിശപ്പടങ്ങാതെ മതം ഒരാളെയും മനസ്സിലേക്ക് കടക്കുകയില്ല. വയറിന്റെ വിശപ്പ് മാറണം, അതിന് മതം ദൈനംദിന ജീവിതത്തിൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തീർന്നോ? ഇനി ഒരു മനുഷ്യനങ്ങോട്ട് മരിച്ചു, ജനിച്ചാൽ മാത്രമല്ല ഒരാള് മരണപ്പെട്ടു പോയാലും അതിന്റെ പേരിലും പാവപ്പെട്ടവർക്ക് ആഹാരം തന്നെയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, നബിയേ, ഇന്ന ഉമ്മീ ഖദ് മാതത് ഫുജ്ആ, വളരെ പെട്ടെന്നാണ് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയത്. രോഗിണിയായി കിടന്ന്
എന്തെങ്കിലും വസിയത്ത് ചെയ്യാൻ എന്റെ ഉമ്മക്ക് അവസരം കിട്ടിയിട്ടില്ല. അഫാതസദ്ദഖു അൻഹാ, ആ ഉമ്മാന്റെ പേരിൽ ഞാൻ എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ അതിന്റെ ഫലം മരിച്ചുപോയ മാതാവിന് കിട്ടുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി കൊടുക്കുന്നു, നഅം, തീർച്ചയായും ഉമ്മാക്ക് അതിന്റെ ഫലം കിട്ടും. സഅദ് റളിയല്ലാഹു അൻഹു വിശദീകരണം തേടി, നബിയെ ഈ സമയത്ത് എന്താണ് ഞാൻ എന്റെ ഉമ്മാന്റെ പേരിൽ കൊടുക്കേണ്ടത്, ഏറ്റവും നല്ല സ്വതക്ക എന്താണ്? അപ്പോൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സഅദേ, ഇത് ജലക്ഷാമമുള്ള സമയല്ലേ, ആളുകൾക്ക് വെള്ളം കൊടുത്തോ. മരിച്ചുപോയ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ പേരിൽ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വെള്ളവും ഭക്ഷണവുമാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി ആളുകൾക്ക് ഓരോ ഗ്ലാസ് വെള്ളം വിതരണം ചെയ്യാൻ ശ്രമിച്ചില്ല. ഇതിനു പകരം ഒരു സ്ഥായിയായ ജലസേചന പദ്ധതിയാകട്ടെ എന്ന് കരുതി ഒരു വലിയ കിണർ കുഴിച്ചിട്ട് മഹാൻ പ്രഖ്യാപിച്ചു, ഹാദിഹി ലി ഉമ്മി സഅദ്, ഈ കിണറും ഇതിലെ വെള്ളവും സഅദിന്റെ ഉമ്മാക്കാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാം. പഴയ കാലത്തൊക്കെ നമ്മൾ ഉമ്മമാര് പ്രയോഗിക്കാറുണ്ട്, ഈ കോഴി മുഹിയുദ്ദീൻ ശൈഖിനാകുന്നു. ഇത് കേട്ട് ചില പുതിയ ആശയക്കാര് പറയുവോ, മരിച്ചുപോയ ശൈഖ് ഈ കോഴിനെ വന്ന് തിന്നോ? ഇത് അങ്ങനെയല്ല. ഇതിന്റെ ഉദ്ദേശം സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയാണ്. ഈ കിണർ സഅദിന്റെ ഉമ്മാക്കാണെന്ന് പറഞ്ഞാൽ അവരെ പേരിൽ സ്വതക്ക ചെയ്യാൻ തീർച്ചപ്പെടുത്തിയതാണ് എന്നാണ്. ഇതേ അർത്ഥമേ ഈ കോഴി ശൈഖ് ജീലാനി തങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം അതിനില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ചെയ്യുന്ന സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ആവശ്യക്കാർക്ക് ആഹാരം കൊടുക്കലാണ്. മഹാന്മാരായ മുഹാജ് അൻസാറുകളായ സ്വഹാബത്ത്, അവരെ കാലഘട്ടത്തിൽ ജീവിച്ച താബീങ്ങൾ പറയുന്നുണ്ട്, അൻസാരികളെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ 40 ദിവസം വരെ അവരെ പേരിൽ അവര് ഭക്ഷണം വെച്ച് വിളമ്പാറുണ്ടായിരുന്നു. അതിന്റെ പാരമ്പര്യമാണ് നമ്മളെ നാട്ടിലിപ്പം നിലനിൽക്കുന്നത്. നമ്മളെ നാട്ടിൽ 40 ദിവസം തുടരെ കൊടുക്കുന്ന പതിവില്ലെങ്കിലും ചില ഹദീസിൽ 3 ദിവസം, 7 ദിവസം, 15 ദിവസം എന്നൊക്കെ വന്നിട്ടുണ്ട്. മുഹാജിറുകൾ, അൻസാറുകൾ അങ്ങനെയായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പൊ നമ്മള് 40 ദിവസം തുടരെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ചിലര് 3-ന് കൊടുക്കും, ചിലര് 7-നും കൊടുക്കും, ചിലര് 15-നും കൊടുക്കും, 40-നും കൊടുക്കും. യാതൊരു വിരോധവുമില്ല. സ്വഹാബത്ത് ആ 40 ദിവസവും കൊടുത്തിരുന്നു എന്ന് മഹാന്മാര് അവരെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇസ്ലാം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പട്ടിണി മാറ്റാൻ വെച്ച സംവിധാനങ്ങളിൽ ഒന്നാണ്. അതിനാൽ 1000 മെമ്പർമാര് ജീവിക്കുന്ന ഒരു മുസ്ലിം മഹല്ലത്തിൽ മാസത്തിൽ മരിച്ചുപോയ വല്യപ്പമാരുടെയും വല്യമ്മമാരുടെയും ഒക്കെ ആണ്ട്, അത് ചുരുങ്ങിയത് 4, 5, 10 ഒക്കെ വല്യമ്മമാരെ ആണ്ട് വരും ഒരു മാസം. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ അവിടെ ഒക്കെ സാഹചര്യമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ദൈനംദിന ജീവിതം നമ്മൾ നിരീക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമായ വിശപ്പ് മാറ്റാനുള്ള കർമ്മ പരിപാടി ഇസ്ലാമിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ഭരണകൂടത്തിന് ഇത് സാധിക്കുമോ? നമ്മളെ ഭരണകൂടം എന്താണ് പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ കൊടുക്കാറുള്ളത്? ഓണം വരുമ്പം 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, അത് തന്നെ ഇങ്ങനത്തെ സ്കൂളിലെ കുട്ടിയെ കൊടുക്കൂല, ഓലൊക്കെ കാറ്റടിച്ചോട്ടെ. 4-ാം ക്ലാസിന്റെ മേലുള്ളവരും കാറ്റടിക്കാൻ, അല്ലാത്തവർക്ക് മാത്രം ഒരു 5 കിലോ അരി. ഇതല്ലേ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കണം? എന്നാൽ ഒരു മുസ്ലിം മഹല്ലത്തിൽ ഓരോ ദിവസവും നമുക്കിതാ പട്ടിണി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തു. ഇതിന്റെ ഒക്കെ പുറമെ ഈ വിശുദ്ധ ദീനിനു വേണ്ടി സേവനമർപ്പിച്ച മഹാന്മാർ, മരണപ്പെട്ടു പോയ മഹാന്മാർ, അവരിൽ രക്തസാക്ഷികളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരൊക്കെ പേരിലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വതക്ക ആഹാരം വിതരണം ചെയ്യലാണ്. ഇതാണ് ഹബീബിനോട് ചോദിക്കപ്പെട്ടു, അയ്യു സ്വതഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ് നബിയേ? മുത്തുനബിയുടെ മറുപടി, ആഹാരമുണ്ടാക്കി ഭക്ഷിപ്പിക്കലാണ്. ഇതുകൊണ്ടാണ്
ദീനിനു വേണ്ടി സേവനം ചെയ്ത മഹാന്മാരെ ആണ്ടനുസ്മരണത്തിന്റെ ഭാഗമായും നമ്മൾ ചെയ്യുന്ന പ്രധാന പുണ്യകർമ്മം എന്താണ്? അവരെ പേരിൽ അന്നദാനം നടത്തുന്നു. വന്ദ്യരായ മുഹീദ്ദീൻ മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കട്ടെ, അവര് അനുസ്മരണത്തിന്റെ ഭാഗമായും നമ്മൾ നടത്തുന്ന ഒരു പ്രധാന ചടങ്ങ് അത് തന്നെയാണ്. ഒരു കാലത്ത് നമുക്കറിയാം, നമ്മളൊക്കെ വിശപ്പ് മാറ്റിയത്, പട്ടിണി മാറ്റിയിരുന്നത് ഇതുപോലുള്ള ആണ്ടിന്റെ ദിവസങ്ങളിലായിരുന്നു. തോനൊന്നും കാലം കഴിഞ്ഞിട്ട് ഒരു 10-30 കൊല്ലം മുമ്പുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഓമാനൂര് ശുഹദാക്കന്മാരെ ആണ്ട് വരുന്ന അന്നാ പള്ള നിറച്ച് ചോറ് തിന്നിട്ടുണ്ടാകുക. താത്തൂര് ശുഹദാക്കന്മാരെ ആണ്ടിന്റെ അന്നാണ് മതി വരുവോളം ചോറ് തിന്നിട്ടുണ്ടാകുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരച്ചു തരല, ചോറ് വിളമ്പിയിട്ട് ഇങ്ങനെ 4 വരടുക, 4 ആക്ക്. ഈ വരന്റെ അപ്പുറത്താരും കടക്കാൻ പാടില്ല. റേഷനാണ് എല്ലാത്തിനും. അൽഹംദുലില്ലാഹ്, ഇന്ന് അല്ലാഹു അഭിവൃദ്ധി തന്നപ്പോ നമ്മൾ ഈ പുണ്യങ്ങളൊക്കെ ബിദ്അത്താക്കി പ്രഖ്യാപിക്കാൻ. അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇതൊക്കെ മഹാന്മാരായ സ്വഹാബത്തും അള്ളാന്റെ ഹബീബ് തന്നെയും നമുക്ക് മാതൃക കാണിച്ച പുണ്യകർമ്മങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. മഹദി പറയുന്നുണ്ട്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഗിർതു അലാ ഖദീജ. മുത്തുനബിയുടെ ഭാര്യമാരിൽ നിന്ന് ഖദീജ ബീവിയോടുള്ള അത്ര മനസ്സിൽ എനിക്കൊരു വിഷമം വേറെ ഒരു ഭാര്യയോടും തോന്നിയിട്ടില്ല. വമാ റഅയ്തുഹാ, ഞാനാകട്ടെ ആ ഖദീജ ബീവിയെ കണ്ടിട്ടുമില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ബീവി ഖദീജയെ സംബന്ധിച്ച് എന്തിനാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിഷമുണ്ടായത്? അത് സ്വാഭാവികമായ ഒന്നിലേറെ ഭാര്യമാരുണ്ടാകുമ്പോൾ ഭാര്യമാർ തമ്മിലുണ്ടാകുന്ന പ്രകൃതിപരമായ ഒരു വിഷമാണ്. അല്ലെ, നമ്മൾ വിചാരിക്കുന്ന മാതിരി അങ്ങനത്തെ ഒരാളല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തായിരുന്നു കാരണം? മഹദി പറഞ്ഞു, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദിക്റഹാ. എപ്പോഴും മുത്തുനബി ഈ മരിച്ചുപോയ ഖദീജ ബീവിന്റെ മദ്ഹ് ഇങ്ങനെ പറയും. മദ്ഹ് പറഞ്ഞ് അവസാനിപ്പിക്കുകയില്ല. റുബ്ബമാ യദ്ബഹു ശാ, പലപ്പോഴും ആടുകളെ കൊണ്ടുവന്ന് അറുക്കും. സുമ്മ യുഖത്തിഉഹാ അഅ്ലാഅൻ, കഷ്ണങ്ങളാക്കി നുറുക്കും. ഫയബഅസുഹാ ഫീ സ്വദായിഖി ഖദീജ, ഖദീജ ബീവിയുടെ കൂട്ടുകാരികളുടെ സ്നേഹിതകളുടെ ഒക്കെ വീടുകളിലേക്ക് ഈ മാംസം ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇതൊക്കെ പാടെ കണ്ടപ്പോ ഈറ പിടിച്ചു. ഒരിക്കൽ ഞാൻ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് ഈ വയസ്സത്തിയല്ലാത്ത വേറൊരു ഭാര്യയും ഇവിടെ ഉണ്ടായിട്ടില്ലേ? അതൊരു കിളവിയല്ലേനോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതോടെ അള്ളാന്റെ ഹബീബിന്റെ മുഖത്തിന്റെ നിറം മാറി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ദേഷ്യത്തോടെ അവിടുന്ന് പറഞ്ഞു, ആയിഷ, ആരായിരുന്നു ഖദീജ നിനക്കറിയുമോ? ഖദീജക്ക് പകരം ഇന്നുവരെ വേറെ ഒരു ഭാര്യ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. എന്റെ നാട്ടുകാരും കുടുംബക്കാരും മൊത്തം എന്നെ ബഹിഷ്കരിച്ചപ്പോൾ എന്നെ സ്വീകരിച്ചവരാണ് എന്റെ ഖദീജ. എന്നെ എല്ലാവരും സമ്പത്ത് തടഞ്ഞ് ഒരു മണി ഗോതമ്പ് വിലക്ക് പോലും തരാതിരുന്ന കാലത്ത് ആ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി സമർപ്പിച്ച് അവസാനം മരണത്തിന്റെ സമയത്ത് ശരീരം മറക്കാനുള്ള കഫം പുടവ പോലും ബാക്കി വെക്കാതെ ദരിദ്രയായി മരിച്ചു പോയവരാണ് മക്കയിലെ രാജാത്തിയായി ജീവിച്ച എന്റെ ഖദീജ. മാത്രമല്ല, എന്നിൽ ആദ്യമായി വിശ്വസിച്ചത്, എന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ എന്റെ ഖദീജയാണ്. ഇതിനൊക്കെ പുറമെ വ്യക്തിപരമായി പറഞ്ഞാൽ ഭാര്യമാരിലൂടെ എനിക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഖദീജയല്ലാതെ നിങ്ങളാരും എനിക്ക് വേണ്ടി പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മഹദിയെ മറക്കാൻ പറ്റൂല. ദീനിനു വേണ്ടി ജീവിതകാലത്ത് ത്യാഗോജ്വലമായ സേവനം ചെയ്തവരെ മരണാനന്തരം എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത് എന്ന കൃത്യമായ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നത്. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, യുക്സിറു ദിക്റഹാ, മദ്ഹ് പറയൽ വർദ്ധിപ്പിക്കുക, അവരെ പേരിൽ ആഹാരം വിതരണം നടത്തുക. ഇതാണ് മഹാന്മാരുടെ ആണ്ടനുസ്മരണത്തിന്റെ ഭാഗമായി മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാന്മാരായ ബദറു ശുഹദാ, അവരില്ലായിരുന്നുവെങ്കിൽ ഈ ദീന് ഈ ഒരവസ്ഥയിൽ ഇവിടെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരുടെ സ്മരണ നിലനിർത്തുന്ന മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട്
അവരെ മദ്ഹ് പറയുന്നു, അവരെ പേരിൽ അന്നദാനം ഉൾപ്പെടെയുള്ള സ്വതക്കകൾ ചെയ്യുന്നു, പ്രാർത്ഥന നടത്തുന്നു. ഇതല്ലേ അള്ളാന്റെ റസൂലിന്റെ മാതൃക? ഇതിലെവിടെയാണ് ബിദ്അത്തുള്ളത്? ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മൾ ഇതിലൂടെ കാണുകയാണ്. ഇങ്ങനെയുള്ള കർമ്മ പരിപാടികളിലൂടെയാണ് ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ അള്ളാഹുവിന്റെ മതം പദ്ധതികൾ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരാളോടും നിർബന്ധിക്കാതെ, ഒരാൾക്കും ഒരു വശവുമില്ലാതെ സന്തോഷപൂർവം ജനങ്ങൾക്കിടയിലൂടെ ആഹാര വിതരണം ഇങ്ങനെ ഒഴുകി പരക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി ഇസ്ലാമിനെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇതുകൊണ്ടും ഭക്ഷണ വിതരണത്തിന്റെ ശ്രേഷ്ഠത അവസാനിക്കുന്നില്ല. മുത്തുനബി പറയുന്നു, നിങ്ങൾ ധാരാളമായി ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോയി സൽക്കാരം നടത്തണം. അത് വലിയ പുണ്യാണ് ഇസ്ലാമിൽ. മാത്രല്ല, ഇസ്ലാമിന്റെ ആരംഭദശയിൽ സൽക്കരിക്കുക എന്നത് നിർബന്ധമായിരുന്നു. മദീനയിൽ ഒരാള് വന്നാൽ ആ ആളെ ഏതെങ്കിലും ഒരാൾ വീട്ടിലേക്ക് നിർബന്ധമായും കൂട്ടിക്കൊണ്ടുപോയി അയാളെ വിരുന്നൂട്ടണം. അത് നിർബന്ധ. കാരണം അന്ന് ഇന്നത്തെ പോലെ ഹോട്ടലുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത കാലമാണ്. വിരുന്നൂട്ടുക എന്നത് വലിയ പുണ്യമാണ്. ഇതുകൊണ്ട് തന്നെ മുത്തുനബി പറഞ്ഞു, ലാ ഖൈറ ഫീമൻ ലാ യുളീഫ്. വിരുന്നൂട്ടാൻ താല്പര്യമില്ലാത്ത മനുഷ്യനിൽ ഒരു നന്മയും ഇല്ല. ജനങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യം വേണം. ചിലര് പറയാറില്ലേ ചില പെണ്ണുങ്ങളെ പറ്റി, ഓള് മുറിഞ്ഞയ്ക്ക് ഉപ്പയേക്കാത്തോളാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്കൊരു സാധനം കൊടുക്കാൻ മടി. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരം പരമാവധി നല്ല മനുഷ്യന്മാരെ വയറ്റിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് നിക്ഷേപമാണ്. നമ്മൾ തിന്നാല് അത് പോകാനുള്ളത് ആ ടാങ്കിന്റെ ചോട്ടിലേക്കാണ്. മറ്റുള്ളവരെ വയറ്റിലെത്തിയാൽ അതൊരു പുണ്യമാണ്. ഇതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തഅകുൽ ഇല്ലാ തുആമ തഖിയ്യിൻ വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യുൻ. നീ ഒരിക്കലും സൂക്ഷ്മതയുള്ള മനുഷ്യന്റെ ആഹാരമല്ലാതെ കഴിക്കരുത്. ഹക്കും ബാത്തിലും നോക്കാത്തവന്റെ ഭക്ഷണം പോയി തിന്നാൽ അത് നമ്മളെ ജീവിതത്തിന്റെ നന്മകളെയൊക്കെ അത് ബാധിക്കും. അതുപോലെ തന്നെ നിന്റെ ആഹാരം നല്ല മനുഷ്യർക്കേ നീ കൊടുക്കാവൂ. എല്ലാ തോന്നിവാസം ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ബിരിയാണിയും കൂടി വിളമ്പിക്കൊടുത്താൽ ആ ഊർജവും കൂടി അയാൾ അനാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് നല്ല ആളുകൾക്ക് ധാരാളമായി ആഹാരം കൊടുക്കുക, വിരുന്നു നൽകുക, അത് വലിയ പുണ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് സാമൂഹികമായ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ്. അയൽവാസികൾ പരസ്പരം പാലിക്കേണ്ട മര്യാദയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരാശയമാണ്. നമ്മൾ ഒരു സൽക്കാരം നടത്തുമ്പോൾ അവിടെ അയൽവക്കക്കാരനെ കൂടി പരിഗണിക്കണം. ആ സൽക്കാരത്തിന് ഒരുപാട് മര്യാദ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ക്ഷണിക്കപ്പെട്ടവൻ പോകുമ്പോൾ മര്യാദയുണ്ട്. ആതിഥേയൻ ഈ വിളിക്കപ്പെട്ട അതിഥിയോട് പാലിക്കേണ്ട മര്യാദകളുമുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ നമ്മളെ ഉച്ചയൂണിന് വേണ്ടി ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണിക്കപ്പെട്ട അതിഥിയുടെ ഒരു മര്യാദ എന്താണ്? അയാൾ ആ ക്ഷണിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവിടെ എത്തിച്ചേരാൻ പാടുള്ളൂ. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, എന്നാ പിന്നെ നേരത്തെ കാലത്തെ അവിടെ പോവാന്ന് കരുതി ഉച്ചക്ക് വിളിച്ചെടുത്തേക്ക് 10 മണിക്ക് തന്നെ ചെന്നാൽ പൊരക്കാരൊന്ന് നിന്ന് പരങ്ങും. എന്താ കാരണം? ഇതിപ്പോ എവിടെ ഇരുത്തണ്ടി എന്നുള്ളത് ഒരു സജ്ജീകരണം ഒന്നും ഒരുക്കിയിട്ടില്ല. വന്ന ഉടനെ കൊടുക്കാനുള്ള പാനീയം റെഡിയാക്കിയിട്ടില്ല. പ്രതീക്ഷിക്കാതെ നേരത്തെ കാലത്തെ ആട് ചെന്നാല് ആ പൊരക്കാരൻ തന്നെ ഇയാളെ വിളിച്ചു കുടുങ്ങിയോന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്തല്ലാതെ അതിന്റെ മുമ്പ് പോകാൻ പാടില്ല. രണ്ടാമതായി, ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ചാണ് ഒരു വീട്ടിലേക്ക് കയറേണ്ടത്. അതെന്താണ്? ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും. ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ വീടല്ലാത്ത ഒരു വീട്ടിലേക്കും പ്രവേശിക്കാൻ പാടില്ല. നിങ്ങളെ വീടല്ലാത്തത് എന്നതിൽ നിങ്ങളെ ജ്യേഷ്ഠന്റെ വീട് പെടും. നിങ്ങളെ പെങ്ങളെ വീടാണെങ്കിലും എളാപ്പയുടെ വീടാണെങ്കിലും മൂത്താപ്പയുടെ വീടാണെങ്കിലും ഭാര്യയുടെ വീടാണെങ്കിലും ആ വീട്ടിലേക്കൊന്നും നിങ്ങൾ 2 കാര്യം മുൻകരുതൽ എടുത്തിട്ടല്ലാതെ അങ്ങോട്ട് കടക്കരുത്.
ഒന്നാമത്തത് എന്താണ്? ഹത്താ തസ്തഇനിസൂ, നിങ്ങൾ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞതിന് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം ഇസ്തിഇനാസിൽ നിന്നുള്ള ലാ തസ്തഇനിസൂ എന്ന പദമാണ്. അതിന്റെ നേർക്ക് നേരെ അർത്ഥം അവർക്കൊരു സാവകാശം കിട്ടുക എന്നതാണ്. ഒരാളെ വീട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം. അതൊരു വീട്ടിലുള്ള റൂമായാലും ശരി, ഒരു വീട്ടിൽ ചേട്ടൻ അഞ്ചിനൊക്കെ വിവിധ റൂമിൽ താമസിക്കുമ്പം മറ്റൊരാളെ റൂമിലേക്ക്, ഇക്കാക്കയും ഭാര്യയും കിടക്കുന്ന റൂമിലേക്ക് അനുജനോ മറ്റോ പൊടുന്നനെ കയറി ചെല്ലാൻ പാടില്ല. ആ സമയത്ത് ആദ്യം സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അവർക്ക് നമ്മളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഒരുങ്ങാൻ സമയം കൊടുക്കുക എന്നതാണ്. പൊടുന്നനെ കയറിയാൽ ആ വീട്ടില് അല്ലെങ്കിൽ റൂമിൽ നമ്മൾ സ്വീകരിച്ച വേഷം, നമ്മളെ രൂപം, അത് ഇങ്ങനെ ഒരാള് കാണുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത രൂപവും കോലവുമാണെങ്കിൽ അങ്ങനെ കണ്ടുപോയാൽ ആ വെറുപ്പ് നമ്മളെ മനസ്സിൽ നിന്ന് പിന്നെ പോകൂല. അതുകൊണ്ട് മുൻകരുതലെടുത്ത് സമ്മതം ചോദിക്കണം. എങ്ങനെയാണ് സമ്മതം ചോദിക്കേണ്ടത്? ഇന്നിപ്പോ നമുക്ക് ബെല്ലടിക്കാനുണ്ട്. ഇനി കറണ്ട് ഇല്ലെങ്കിൽ വാതിലിന് മുട്ട, പേര് വിളിക്ക, പലതും. അവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പല സ്ഥലത്തും ചെന്ന് നമ്മൾ പെട്ടെന്ന് ബെല്ലടിച്ചു വിടരുത്. ചിലയിടത്ത് എന്തായിരിക്കും, ചെറിയ മക്കളുള്ള വീടായിരിക്കും. ആ ഉമ്മ വളരെ കഷ്ടപ്പെട്ട് ആട്ടി 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 ഇങ്ങനെ ഉറക്കിയാണ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം പോയി ട്രെയിൻ ട്രെയിൻ എന്നാണ് ബെല്ലടിച്ചാല് ഏത് വിരുന്നുകാരനായാലും ആ വന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവില്ല, പുരക്കാർക്ക് സന്തോഷം ഉണ്ടാവില്ല ഈ കുട്ടീനെ ഉണർത്തിയാൽ. അപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വന്ന വിവരം പറയുന്നത്. ഇനി വാതിലിന് മുട്ടുകയാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ വീട്ടിൽ കയറി വാതിലിന് മുട്ടുന്നത് നഖം കൊണ്ടായിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞിട്ട് വാതിൽമേൽ അടിച്ചുവിടരുത്, മെല്ലെ മുട്ടണം വാതിലിന് പോയിട്ട്. അങ്ങനെ മുട്ടുകയോ ബെല്ലടിക്കുകയോ ചെയ്താൽ പിന്നെ നമ്മൾ എന്താ മര്യാദ? ആ ഡോറിന്റെ നേരെ നിൽക്കാതെ ലേശം കൊണ്ട് മാറി നിൽക്കണം എന്നാ. നമ്മൾ കാണുകയും ചെയ്യണം. ബെല്ലടിച്ചു, പിന്നെ വാതിലൂർ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല എന്ന് വാതിലപ്പം മറ്റു പുരക്കാർ പേടിച്ചു. ആളെ കാണണം, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. അതെന്തിനാണ്? ചിലപ്പോൾ വീട്ടിൽ വാതിൽ തുറക്കാൻ വരുന്നത് സ്ത്രീകളായിരിക്കും. സ്ത്രീകളാവട്ടെ പലപ്പോഴും അന്തം വിട്ടിട്ടാണ് ഉണ്ടാകുക. ഭർത്താവ് വരുന്ന നേരായിട്ടുണ്ടാവും. ആ സമയത്താണ് യാദൃശികമായി നമ്മളെത്തി ബെല്ലടിക്കുന്നതെങ്കിൽ ഭാര്യ എന്താ കരുതുക? ആ മൂപ്പര് എന്നെ നേച്ച് ഒന്നും ഇടാതെയൊക്കെ മുന്നുകടി വന്ന് ചാടുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് മര്യാദ പാലിച്ചിങ്ങോട്ട് തിരിഞ്ഞു നിന്നേക്കണം എന്നാ. എന്നിട്ട് ഇനി പുരക്കാര് ചോദിക്കാണ്, ആരാന്ന് ചോദിക്കും. ചിലർ അങ്ങനെയാണ് വേണ്ടത്. പൊടുന്നനെ വാതിൽ ഉറക്കല്ല, ആളറിയില്ലെങ്കിൽ ആരാന്ന് ചോദിക്കണം. ആരാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? മറുപടി ഞാനാന്നല്ല. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു മറുപടി, ഞാനാന്നാട് പറയല്ല. ഇതിന് പകരം ഇത് ഉന്തും പുറത്തെ കലന്തനാണ്, നമ്മളെ പേരും അഡ്രസ്സോട് പറയാം. അങ്ങനെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലായി. അല്ലാതെ ഞാനാന്ന് പറഞ്ഞാല് അങ്ങനെ ഒരാളില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ചെന്ന് വാതിലിന് മുട്ടിയപ്പം പറഞ്ഞു, ആരാന്ന് വെച്ച് പറഞ്ഞു ഞാനാ. അപ്പൊ നബി തങ്ങൾ എന്ത് അന എന്ത് ഞാൻ, ആളെ പേര് പറയാന്ന്. അങ്ങനെ പേര് പറയണം ആരാണെന്ന് ചോദിച്ചാൽ. ചില ആൾക്കാർക്ക് ഫോൺ ചെയ്താലുണ്ട് ഈ ഒരു സ്വഭാവം. ഫോണിൽ വിളിച്ചിട്ട് മനസ്സിലായോ എന്ന് ആദ്യം ചോദിക്കുക. എന്ത് മനസ്സിലായെന്ന്? ഇനി മനസ്സിലായില്ല. പേര് പറഞ്ഞാൽ പരിധി ഇന്ന ആളാണെന്ന്. പിന്നെ ഒച്ച കേട്ടിട്ട് മനസ്സിലായോ എന്ന് വെച്ചിട്ട് ആൾക്കാരെ വട്ടം കറക്കണോ? ഇതിന്റെ ആവശ്യമല്ല. നമ്മൾ ഒരാളെ കാണാത്ത സ്ഥലത്ത് നിന്ന് ചോദിക്കുമ്പോഴൊക്കെ പേര് പറയാം, വേഗം പറഞ്ഞു ഒഴിവാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വീട്ടിലേക്ക് കടക്കട്ടെ എന്ന് സമ്മതം ചോദിച്ച്, സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബെല്ലടിക്കോ വാതിൽ മുട്ടോ ഒക്കെ ചെയ്യലൊക്കെ ചെയ്താൽ മാന്യതയുള്ള പുരക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവര് പറയുന്ന കേറി ഇരുന്നോളൂ എന്ന് പറയും. അങ്ങനെ കേറാൻ ഒരുങ്ങുമ്പം ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയണം. അവിടെ പുരുഷന്മാരാണെങ്കിൽ, പുരുഷന്മാരുണ്ടെങ്കിൽ അവരോട് സലാം പറയാം. അതേപോലെ സ്ത്രീകളാണെങ്കിലോ സ്ത്രീകളോട് സലാം പറയാം. അങ്ങനെ സലാം പറഞ്ഞിട്ടേ നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറാവൂ. വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ സലാം പറയുന്ന ശീലം വേണം. അത് സ്വന്തം വീട്ടിലേക്കാണെങ്കിലും വേണം. ആളില്ലാത്ത വീട്ടിലേക്ക് കടക്കുമ്പോഴും സലാം പറയണം. അപ്പോൾ പറയേണ്ട സലാം നിസ്കാരത്തിൽ പറയുന്ന സലാമാണ്. ആളില്ലാത്ത റൂമിലേക്ക് പോകുമ്പം, വീട്ടിലേക്ക് കയറുമ്പം പറയേണ്ടത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ടാണ് ആളില്ലാത്ത വീട്ടിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ നമ്മൾ അന്യാളെ വീട്ടിലേക്ക് കടന്നാൽ ഇനി നമ്മൾ ഇരിക്കേണ്ടത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അന്യരെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ അകത്തേക്ക് കാണാത്ത സ്ഥലം ശ്രദ്ധിച്ചിരിക്കണം. അവിടെ സ്ത്രീകളും അന്യ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവരെ കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലം നോക്കി ഇരിക്കുക. അതാണ് നമ്മുടെ മാന്യത. അങ്ങനെയുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന് അങ്ങനെ വന്ന ഈ അതിഥിയെ ഇനി എങ്ങനെയാണ് ആതിഥേയനെ ആദരിക്കേണ്ടത്? അത് വലിയ ഒരു കർമ്മമാണല്ലോ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണോ എങ്കിൽ വിരുന്നുകാരനെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരനോട് പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ, ആ വിരുന്നുകാരന്റെ സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കി. അയാളെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചതാണെങ്കിൽ ആ കൃത്യസമയത്ത് അദ്ദേഹം വന്നിട്ടുമുണ്ടെങ്കിൽ ഇനി നമ്മൾ വൈകിക്കാൻ പാടില്ല. വന്ന ആൾക്ക് വേഗം ആഹാരം കൊടുക്കണം. അവിടെ ഒരു പുതിയാപ്പള വരാണ്ട്, വേറെ രണ്ടാള് വരാണ്ട്, നിങ്ങളൊരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യ്, അല്ലെ ഒരു മണിക്കൂറും കൂടി നിങ്ങൾ ഇരിക്കുക, അയാൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് വന്ന ആളെ നമ്മൾ ഇവിടെ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇയാൾക്ക് വേറെയും വേർപാടില്ല. നിങ്ങളൊരു ചോറിന് വേണ്ടി അയാളെ ഒരു ദിവസം അങ്ങോട്ട് ചെലവാക്കി വെക്കാൻ പാടില്ല. വന്ന ആളെ താമസിപ്പിക്കാതെ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക. അതിന് മാതൃകയാക്കേണ്ടത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. ഫമാ ലബിസ അൻ ജാഅ ബിഅജ്ലിൻ ഹനീദ്. മഹാന്റെ വീട്ടിലേക്ക് വിരുന്നുകാര് വന്നപ്പോൾ ഒട്ടും വൈകാതെ ചുട്ട മാംസാഹാരം അവർക്ക് എത്തിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. മഹാന്റെ മര്യാദ അതായിരുന്നു എന്നാ. വലിയ ആതിഥേയത്വ മര്യാദ പാലിച്ച ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്നതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തട്ടകമായ മക്കയെ അള്ളാഹു അവന്റെ ആതിഥേയരാകുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ ആ സ്ഥലം തെരഞ്ഞെടുത്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മര്യാദ പാലിച്ച് വന്ന ആളെ സമയത്തിന്റെ വില മാനിച്ച് അദ്ദേഹത്തിന് വേഗം ഭക്ഷണം എടുത്തു കൊടുക്കണം. ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോഴും മര്യാദ, ആഹാരങ്ങളൊക്കെ വെക്കുക. ഇന്നിപ്പോ നമ്മളൊക്കെ മേശപ്പുറത്ത് വെക്കുന്ന ശീലാണ്. പഴയ കാലത്തെ മാതിരി നിലത്തിരുന്ന് തിന്നണ ശീല നമുക്കില്ല. നബിതങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ലാ ആകുലു മുത്തക്കിആ, ഞാൻ ഒരിക്കലും ചാരിയിരുന്ന് ആഹാരം കഴിക്കൂല. നമ്മളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ കാലുമേ കാലും കഴിച്ചിട്ട് ഇങ്ങനെ തിന്നണ സ്വഭാവം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തീറ്റക്ക് ഏറ്റവും നല്ലത് നിലത്തിരുന്ന് തിന്നലാണ് ഏറ്റവും നല്ല രീതി. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ആഹാരം കൂടിപ്പോകുന്നത് നിയന്ത്രിക്കാൻ പറ്റും. ഇത് മേശട്ടിരുന്നാളെ തകരാറെന്താ? നമ്മളെ പള്ള മേശന്റെ ഓട്ടുക്കാട് പോകും. പിന്നെ എത്ര ഇട്ടാലും ബനിയനിൽ അരിട്ടമായില്ല, അത് ഇങ്ങനെ വീർക്കും. ഇങ്ങനെ നമ്മൾട്ട് അറിയില്ല, തിന്നണ അറിയില്ല, അതിലെങ്ങനെ അവിടെ പോകും. അതേ സമയത്ത് നിലത്തിരിക്കുകയാണെങ്കിൽ ഒരു 3-4 മടക്കാവും നമ്മളെ പള്ള. സിമന്റിയാക്കിൽ പോയി ഇറക്കുമ്പോൾ നോക്കണ്ടി, അത് നീർത്തി പിടിച്ചാൽ അത് ഫുള്ള് നിറയും. അത് ചുറ്റി പിടിച്ചാൽ വേഗം നിറഞ്ഞായിട്ട് തോന്നൂലേ? എന്ന മാതിരി നിലത്തിരിക്കുമ്പം കുറച്ച് തിന്നാൽ തന്നെ ആ പള്ള ഇറങ്ങിന്ന് തോന്നും. പിന്നെ നമ്മൾ നീച്ചാ പാകായിരിക്കും. ഇത് മേശന്റെ ഒട്ടിലേക്ക് പള്ളാട് പോയാൽ പഴയ വള്ളിന്റെ മീറാ പോലെ നടക്ക് പള്ളനങ്ങനെ മുന്നിൽ വിടേണ്ടിയിരുന്നു. അതാണ് ഇപ്പൊ നമ്മൾ തീറ്റ കൂടാനുള്ള കാരണം. എവിടെ വെച്ചാലും ഭക്ഷണമൊക്കെ റെഡിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആരാണ് കൈ കഴുകി ഇരിക്കേണ്ടത്? ആതിഥേയന്റെ മര്യാദയാണ് അയാള് കൈ കഴുകി മുന്നിലിരിക്കുക. നിങ്ങൾ കഴിക്ക്, എനിക്കായിട്ടില്ല എന്ന് പറയലല്ല. അല്ലെ നിങ്ങൾ കഴിക്ക്, വേറൊരാൾ വരാണ്ട് ഞാൻ അയാളെ കൂടെ കഴിച്ചോളാം. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? നിങ്ങൾ ഇവിടെ ഒരു ശൈവം അല്ല, വേറെ ആൾ വരാണ്ട് അയാൾ അവിടുത്തെ മുഖ്യ അതിഥി, നിങ്ങൾ തിന്നുപോയിക്കോളിന്ന. അങ്ങനെയല്ല. കുടുംബത്തിലുള്ള ഒരാളെങ്കിലും അവരെ കൂടെ ഇരിക്കുക എന്ന മര്യാദ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാ. അങ്ങനെ ഭക്ഷണമൊക്കെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തേ പുരക്കാരൻ ചെയ്യേണ്ടതുള്ളൂ? എല്ലാവർക്കും കയ്യെത്തുമല്ലേ? ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പാകത്തിന് എടുത്തിട്ട് കഴിച്ചോളൂന്ന് ഇടക്കിടക്ക് പറയാം. അല്ലാതെ എന്ത് ചെയ്യണ്ട? കോരിയും വാരിയും ഇട്ടുകൊടുക്കാൻ പോകണ്ട. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ലാ തുകല്ലിഫുൽ ലൈഫ ഫതുബഗിദൂ, നിങ്ങൾ വിരുന്നുകാരെ നിർബന്ധിപ്പിക്കരുത്. നിർബന്ധിപ്പിച്ചാൽ
ഒരു പക്ഷെ അത് അവരെ ദേഷ്യം പിടിപ്പിക്കും. വിരുന്നുകാരൻ ദേഷ്യപ്പെട്ടാൽ അള്ളാഹു ദേഷ്യപ്പെടും. ആ വിരുന്നിന്റെ കൂലി പിന്നെ നമുക്ക് കിട്ടൂല. ഒരു വിരുന്നുകാരൻ പുരയിൽ വന്നാൽ ഇത്രയാണ് അതിന്റെ പ്രതിഫലം. ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും നമ്മളിങ്ങനെ അതപറിയാതെ അവരെ സൽക്കരിച്ചാൽ. ഓരോരുത്തർക്ക് ചോറുന്നുമ്പം ഓരോരോ രീതി ഉണ്ടാവും. ചില ആളുകൾ കുറഞ്ഞ കറി ഒഴിക്കുള്ളൂ, അങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ കോരി തിന്നുന്ന ശീലക്കാരൻ. ചില ആൾക്കാർ ചൊറിഞ്ഞായിട്ടാ തിന്നുക, കറിയാ തോന്നുണ്ടാകുക, അത് ഞെളുമ്പിയിട്ട് കൈമക്കൂടി വലിച്ച് അതും നാക്കി ഇങ്ങനൊക്കെ തിന്ന ആൾക്കാർ അതുപോലെ അങ്ങനെ പറഞ്ഞോട്ടെ. ഇത് ഒരാള് വലിയയിലോണ്ട് ഇങ്ങനെ കറി വരാനായിട്ട് നിന്നാല് മറ്റേ ആൾക്ക് ഇത് താല്പര്യം ഉണ്ടാവില്ല. കണ്ണിന്റെ ഏറെ കണ്ടുകൂടാത്ത അച്ചാറൊക്കെ കോരിയായിട്ട് ഇട്ടുകൊടുത്ത് തന്നെ അവസാനം പഠിച്ചവൻ ഈ പ്ലേറ്റ് ഒന്ന് വൃത്തിയാക്കണ്ടേ, ഇയാള് കുടുങ്ങ. ഈ മൊളീറ്റ് ഒന്നായിട്ട് പള്ളയിലാക്കിയാലോ ഇയാൾക്ക് പള്ളയവേദന മാറൂല. എന്നാലോ പെണ്ണുങ്ങളൊക്കെ മൂലിയാർ തിന്ന പ്ലേറ്റ് എന്താ ഇതിൽ ഒക്കെ ബാക്കിയുണ്ടല്ലോ, ഇത് മൂലിയാരിട്ടതാ, ഇത് പോരക്കാരന്റെ ഇഷ്ടത്തിന് വാരിയിട്ടല്ലോ, ഇതൊക്കെ ഇയാൾക്ക് തിന്നാൻ കഴിയോ? അപ്പൊ നമ്മൾ ശല്യപ്പെടുത്താതെ പറയാ, നിങ്ങൾ തിന്നോളി തിന്നോളി. പെണ്ണുങ്ങളാണ് ഈ കാര്യത്തിൽ വല്ലാതെ ഒരു വലിയയിലോണ്ടാണ് വിളമ്പിവിടല, അതിഥികളെ സലിക്കാൻ പറ്റൂല തിന്നോളി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം ഇയാള് ജീവിതത്തിൽ ഇത്ര സംതൃപ്തി ഇല്ലാത്തൊരു ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് ബാക്കിയാക്കി പോണെന്നെ ഒരു വിഷമല്ലേ. അങ്ങനെ ആകെ ദുഃഖിച്ചിട്ടായിരിക്കും എഴുന്നേറ്റ് പോവാ. ഇങ്ങനത്തെ അവസരം കൊടുക്കാതെ ഒക്കെ അവിടെ വെക്കുക, ഇഷ്ടത്തിന് എടുക്കാൻ വേണ്ടി പറയാ. ഇതാണ് അതിന്റെ മര്യാദ. ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടുകാരൻ ആദ്യം എഴുന്നേൽക്കാൻ പാടില്ല. ആദ്യം ഇരിക്കേണ്ടിയ പുരക്കാരനാ എന്ന് കരുതി ആദ്യം നീക്കേണ്ടതാരല്ല, പുരക്കാരനല്ല. അങ്ങനെ എഴുന്നേറ്റാ ചിലപ്പോ അതൊരു വേറെ സന്ദേശമായിരിക്കും. ഏകദേശം അടുക്കളയിൽ ചെമ്പിന്റെ അടിയായിട്ടുണ്ട്, നീച്ചോളിയടാ എന്നതിന്റെ സൂചനയാവും ചിലപ്പം പുരക്കാരൻ ആദ്യം നീച്ചാല്. അതുകൊണ്ട് പുരക്കാരന് മടുത്താലും അയാൾ എന്ത് ചെയ്യണമെന്നാ, തിന്നുന്ന മാതിരി ഇങ്ങനെ ആംഗ്യം കാണിക്കുക. അവിടുന്ന് അച്ചാറ് തോണ്ടിപ്പുറത്ത് തേച്ചാ മതി, എന്നാലും ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കണം ഇയാൾ തിന്നാന്ന് വരുത്തിയിട്ട് അതിഥികളെ തീറ്റിപ്പിക്കണം എന്നാ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഈ അതിഥി നമ്മളെ വീട്ടിൽ വിശ്രമിക്കുന്ന ആളാണ്, ഇവിടെ താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്കുള്ള റൂമും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇനി അത്യാവശ്യമുള്ള സംഗതിയൊക്കെ അയാൾക്ക് ചെയ്തു കൊടുക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒന്ന്, ഇവിടുന്ന് കിബില എങ്ങോട്ടാണ്. ഒരു മഹല്ലിലാണെങ്കിൽ പോലും വീട് മാറിയ കിബില തിരിയാതെ ഇപ്പോ. അപ്പൊ നമ്മളെ വീട്ടിൽ വിരുന്ന് വന്ന ഒരാള് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അപ്പോഴേ ഓർക്ക് അല്ലാഹ് കിബില ചോദിച്ചില്ലല്ലോ, നിങ്ങളാണെങ്കിൽ ഇരിസൊക്കെ പൂട്ടി അപ്പുറത്തും ആ കറക്കണം, നിങ്ങളപ്പോ വിളിച്ചാട്ട് കിട്ടൂല. അപ്പൊ ഇയാൾക്ക് നിസ്കരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടും. അപ്പൊ വേഗം നിസ്കാരത്തിന്റെ കിബില ഇന്ന ഭാഗത്താക്കാണ് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇതുപോലെ രാത്രി കുടിവെള്ളം ആവശ്യമായി വന്നാൽ ഇതാ ഇത് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. വിസർജനത്തിന്റെ ആവശ്യം വന്നാൽ അതിന്റെ സൗകര്യം ഇവിടെ ഉണ്ട്, അങ്ങോട്ടുള്ള ബൾബിന്റെ സ്വിച്ച് ഇതാണ്. ഇനി കറണ്ട് പോയാൽ ഇതാ അതിന് പകരം സംവിധാനം. ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മളെ പുരയിൽ ഒരു വിരുന്നുകാരൻ വന്നാൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ, ഇയാളെ ഓർമ്മയിലുണ്ടാകും നമ്മളെ അൻവറിന്റെ ആടെ വിരുന്നു പോയ മാതിരിന്ന്. എന്തേ അൻവറിന്റെ ആടെ ഒരാൾ വിരുന്നു പോയിട്ടുണ്ടായത്, ഇയാളെ ഒരു ഓഫീസ് റൂമിലിട്ടാട്ട് അടച്ചു, ഓലപ്പുറത്ത് വാതിലൊക്കെ അടിച്ചു ഓലാടിയും കടന്നു. ഇയാൾക്ക് രാത്രി മൂത്രിക്കാൻ മുട്ടില്ലേ, വലിയ പുറത്തുനിന്ന് കുറ്റിയിട്ടാണ്. ഇയാൾക്ക് യാതൊരു സംവിധാനവും ഇല്ല. പിന്നെ ഉണ്ടായത് അതാ അങ്ങ് പറയണ്ടല്ലോ. ആ ഒരവസ്ഥയാണ് പിന്നെ ഇയാൾ ഓർമ്മയിൽ എന്നും ഉണ്ടാകുക. അപ്പൊ ഉറങ്ങാനൊക്കെ ഉള്ള ആളാണെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ അയാൾക്ക് ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ വിരുന്നുകാരൻ വീട് വിട്ടു പോകുകയാണെങ്കിലോ ഇസ്ലാം പറയുന്നു വിരുന്നുകാരനോട് പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ് അവന്റെ വീടിന്റെ ഗേറ്റ് വരെ ഇവന്റെ കൂടെ പോകണം വീട്ടുകാരൻ. ഗേറ്റ് വരെ കൂടെ പോയിട്ട് അപ്പൊ നിങ്ങൾ വഴിയൊക്കെ കണ്ടല്ലോ, ഇനി കുടുംബത്തൊക്കെ കൂട്ടി ഒരു ദിവസം വരണേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ യാത്രയാക്കുക. ഇങ്ങനെ ഒരു വിരുന്നുകാരൻ ഒരാളെ വീട്ടിലേക്ക് കയറി വന്നാൽ റസൂലുള്ളാഹി പറയുന്നു ദഖല മഅഹു അൽഫു റഹ്മാ, 1000 റഹ്മത്താണ് അവന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരട്ടെ. സ്വാലിഹീങ്ങളായ 5 നേരത്തെ നിസ്കാരവും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും നിർവഹിക്കുന്ന മുതഅല്ലിമീങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കയറിയിറങ്ങി പോകുന്നത് 1000കണക്കിന് റഹ്മത്ത് നമ്മളെ വീട്ടിലേക്ക് വർഷിക്കാൻ കാരണമായി തീരുന്ന പുണ്യമാണ്.
ഈ പുണ്യം ധാരാളമായി ചെയ്യുന്നതിന് നമുക്ക് ഉത്സാഹം വേണം. അങ്ങനെ ഇസ്ലാം അതാ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാമൂഹിക പ്രതിബദ്ധതയുള്ള മതമായി മദീനയിലേക്ക് കടന്നു വരുന്നതായി മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നു. അതാണ് മൂന്നാമതായി മുത്തുനബി നിർദ്ദേശിച്ചതെന്താ? വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണേ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏത് പശ്ചാത്തലത്തിനാ നബി തങ്ങളുടെ ഈ പ്രസ്താവന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ അവിടെ അറബ് ഗോത്രങ്ങൾ രണ്ട് ചേരിയാണ്. ഒന്ന് ഔസ്, മറ്റൊന്ന് ഖസ്റജ്. ആരാണ് ഈ ഔസും ഖസ്റജും? നേരത്തെ യമനിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിയ ജ്യേഷ്ഠനും അനുജനുമാണ്. അവരുടെ സന്താന പരമ്പരയാണ് ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും. ഒരേ പിതാവിന്റെ രണ്ട് മക്കളുടെ താവഴിയിലുള്ള രണ്ട് ഗോത്രങ്ങൾ. അവര് വർഷാവർഷങ്ങളായി ഏറ്റുമുട്ടലിലാണ്, യുദ്ധത്തിലാണ്, പരസ്പരം കൊന്നു തീരുകയാണ്. ഇങ്ങനെ ഇവരെ ഏറ്റുമുട്ടുമ്പോൾ യുദ്ധ ചെലവിന് വേണ്ടി പണം കണ്ടെത്താൻ ഇവർക്ക് ആരാണ് കാശ് കൊടുക്കുന്നത്? മക്കയിലെ മറ്റൊരു വിഭാഗമായ ജൂതന്മാരാണ്. എങ്ങനെയാണ് ജൂതന്മാർ യുദ്ധം ചെയ്യുന്ന ഈ അറബി ഗോത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത്? അവരുടെ വിലപിടിപ്പുള്ള ഈന്തപ്പനത്തോട്ടങ്ങൾ പണയം സ്വീകരിച്ചുകൊണ്ടാണ്. പലപ്പോഴും ഈ പറമ്പുകൾ തിരിച്ചെടുക്കാൻ ഇവർക്ക് കഴിയാറില്ല. അങ്ങനെ അവസാനം ഈ പറമ്പ് ജൂതന്റെ കൈവശമാകുന്നു. മദീനയുടെ പ്രധാനപ്പെട്ട സമ്പത്ത് മുഴുവനും പലിശ ഇടപാടിലൂടെ പണയം വെച്ച് നഷ്ടപ്പെട്ട് പരസ്പരം കൊന്നു തീർന്നുകൊണ്ടിരിക്കുന്ന, കുടുംബങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ വന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ സാമൂഹിക പ്രാധാന്യമുള്ള വലിയൊരു സന്ദേശം നബി വിളംബരപ്പെടുത്തുകയാണ്. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം മാനിക്കണം, അതിനെ വിളക്കി ചേർക്കണം. പോരെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഈ ഒരു ചെറിയ വാക്ക് പോരെ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ. അതുകൊണ്ടാണ് അറച്ചു നിൽക്കാതെ, ഈ നാടിന് പറ്റിയ പ്രത്യയശാസ്ത്രമാണ് ഈ പ്രവാചകൻ കൊണ്ടുവന്നതെന്ന് മഹാനവറുകൾ ഉടനെ മനസ്സിലാക്കുന്നത്. അത് നമ്മളും ഉൾക്കൊള്ളണം. ഒരു ഇസ്ലാം എന്ന് പറയുന്ന ജീവിത പ്രത്യയശാസ്ത്രം സാമൂഹിക പ്രതിബദ്ധതയുള്ള മതമാണ്. അതിൽ കുടുംബം എന്ന് പറയുന്നത്, അവർ നന്നായെങ്കിലേ നല്ല സമൂഹം ഉണ്ടാവുകയുള്ളൂ. നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബങ്ങൾ നന്നാവുക എന്നതാണ്. ആ കുടുംബങ്ങൾ ഏറ്റുമുട്ടുകയും ഭിന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നത് എപ്പോഴും ഒരു നാട്ടിൽ അശാന്തിയും അസമാധാനവും പരക്കാൻ കാരണമാകും. അതിനാൽ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും കുടുംബങ്ങളിൽ ഏതെങ്കിലും ആളുകളുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മരുമക്കളുമായി പിണങ്ങി നിൽക്കുന്ന അമ്മായിമ്മമാരോ, അമ്മായിമ്മമാരോട് മിണ്ടാതെ കഴിയുന്ന മരുമക്കളോ, മക്കളും മാതാപിതാക്കളും തമ്മിലോ, ജ്യേഷ്ഠാനുജന്മാര് തമ്മിലോ, അയൽവാസികൾ തമ്മിലോ, ആര് തമ്മിലാണെങ്കിലും പിണങ്ങി നിൽക്കുന്നവനാണോ, വലിയ ദുര്യോഗമാണത്, ദുർഭാഗ്യമാണത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നർ റഹിമ മുഅല്ലഖത്തും ബിൽ അർശ്, കുടുംബ സംവിധാനം അർശിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലാഹു. ഒരു ചിത്രീകരണ രീതിയിൽ റസൂലുള്ള പറയുന്നു, അല്ലാഹുവിന്റെ അർശിൽ നിന്നുകൊണ്ട് കുടുംബബന്ധം അല്ലാഹുവിനോട് ദിവസവും പ്രാർത്ഥിക്കുകയാണ്. മൻ വസലനീ വസലഹുല്ലാഹ് വമൻ ഖതഅനീ ഖതഅഹുല്ലാഹ്. പടച്ചവനെ, കുടുംബമാകുന്ന എന്നെ ആര് വിളക്കി ചേർക്കുന്നുവോ അവന്റെ എല്ലാ കാര്യങ്ങളെയും നീ ചേർത്തു കൊടുക്കണമേ. കുടുംബമാകുന്ന എന്നെ ആര് മുറിച്ചു കളയുന്നുവോ അവന്റെ സർവ വിഷയങ്ങളെയും നീ തകർക്കണമേ എന്ന് കുടുംബമെന്നും അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ ഈ ഹദീസിന്റെ സാരം എന്താണ്? കുടുംബബന്ധം നന്നായി പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് ഏത് വിഷയത്തിലിറങ്ങിയാലും അയാളുടെ സംരംഭങ്ങൾ വിജയത്തിലേക്ക് കലാശിക്കൂ. അത് പാതി വഴിയിൽ വെച്ച് തകർന്ന് പരാജയപ്പെട്ടു പോകൂല. ഉമ്മയുമായി പിണങ്ങിയാണോ ഒരാൾ വിദേശത്തേക്ക് പോയത്, അല്ലെങ്കിൽ ഗൾഫിലെത്തി ഭാര്യയുമായി ഫോൺ ചെയ്യാതിരിക്കുക,
ഇപ്പൊ കുറച്ച് പൈസയും കാര്യമൊക്കെ ആയിട്ടുണ്ട്, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നു, ആ ഭാര്യ വേണ്ട എന്നൊരു തോന്നല്, ഇങ്ങനൊക്കെ ആയിട്ട് കുടുംബങ്ങളുമായി പിണങ്ങുന്നുണ്ടോ? തീർച്ചയാണ് ഇന്നല്ലെങ്കിൽ നാളെ സാമ്പത്തികമായ തകർച്ച നമുക്ക് നേരിടാൻ പോകുകയാണ്. അഭിവൃദ്ധി മുഴുവനും കുടുംബ ബന്ധത്തെ പുലർത്തുന്നതിലാണ്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസ്രിഹി. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെയും ചോദിക്കുന്നു, ആർക്കെങ്കിലും ആയുസ് നീണ്ടു കിട്ടണമെന്ന് പൂതിയുണ്ടോ? സാമ്പത്തികമായ അഭിവൃദ്ധി വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഫല്യസിൽ റഹ്മഹു, അവന്റെ കുടുംബ ബന്ധം അവൻ ചേർത്തുകൊള്ളട്ടെ. സാമ്പത്തിക പുരോഗതി, പണം കൊടുത്താൽ കിട്ടാത്ത ദീർഘായുസ്, അല്ലാഹ് മാത്രം നീട്ടിത്തന്നെങ്കിലേ നീട്ടിക്കിട്ടു. ഒരു ഡോക്ടർക്കും ഒരു സെക്കൻഡ് ആയുസ് വർദ്ധിപ്പിച്ചു തരാൻ ആരെ കയ്യിലും വരുന്നില്ല. അല്ലാഹ് വിചാരിച്ചാൽ നടക്കും. അതിന് അല്ലാഹു പറയുന്നത്, നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളുമായി ഇണങ്ങുക. ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ദുര്യോഗം വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് ഈ മജ്‌ലിസിൽ വെച്ച് മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മുൻകൈയെടുത്ത് ആ തെറ്റൊന്ന് നന്നാക്കുക. ഒന്നും വേണ്ട, നമ്മൾ വിളിച്ച് പറയാം, അനുജ, നമ്മള് ഒരേ ഉമ്മന്റെ പള്ളിന്ന് പോന്നോരാ, നമ്മൾ ഈ ചെയ്തതൊന്നും ശരിയല്ല, നമ്മളിപ്പോ ഇനി താഴിമേലെ ഒന്നും പറയണ്ട, അതൊക്കെ മറന്ന് നമുക്ക് നന്നായിക്കൂടെ എന്ന് ഇക്കാക്ക അനുജനെ വിളിച്ചങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത് ഈ നേട്ടങ്ങളൊക്കെ. റസൂലുള്ളാഹി പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരാൾ എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതിന് പകരം അങ്ങോട്ടും ചെയ്യുക എന്നതല്ല. അത് കുടുംബക്കാരല്ലാത്തവരാണെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. ഇന്നമൽ വാസിലുല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ, യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഒരു കുടുംബത്തിൽ വിള്ളൽ വീണുപോയാൽ അതിനെ കൂട്ടിച്ചേർക്കാൻ ആരാണോ മുൻകൈയെടുക്കുന്നത് അതാണ് യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുക. അവനാണല്ലോ ദീർഘായുസ് കൊടുക്കുക, സാമ്പത്തിക പുരോഗതി കൊടുക്കുക, അവന്റെ സംരംഭങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുക. ഇത് നമ്മൾ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണോ? നമുക്ക് ലഭിക്കട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ചെല്ലാം. അപ്പൊ നിങ്ങൾ വിചാരിച്ചു പോയാൽ രാത്രി ശൈത്താങ്ങളെത്ത് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളോ മൂത്ത്, നിങ്ങൾ അഞ്ചനോ, നിങ്ങളല്ലേ, അപ്പൊ ഇങ്ങോട്ട് വന്ന് നന്നാകില്ല, വേണ്ട നിങ്ങൾ ആട്ടുപോല. അതും ശരിയാലേ, ഞമ്മക്ക് അങ്ങനെ തോന്നും. എന്നാ പിന്നെ ഇങ്ങോട്ട് വരട്ടെ. നമ്മളങ്ങനെ മനസ്സിൽ വലുതാകണ്ട. മൻ തവാളഅ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി അവന്റെ ഹൃദയത്തിൽ ഒന്ന് ചെറുതായി എങ്കിൽ റഫഅഹുല്ലാഹ്, അവനെ അല്ലാഹു ഉയർത്തും. ഇക്കാക്ക അഞ്ചനെ വിളിച്ച് അങ്ങോട്ട് നന്നാൻ ശ്രമിച്ച നമ്മൾ തോൽക്കല്ല. അഞ്ചൻ നാളെ വിചാരിക്കും, പടച്ചവനെ വഷളായല്ലോ, ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. എന്റെ ഇക്കാക്ക എത്ര മാന്യനാണ്, എത്ര നല്ലവനാണ്, ഞാൻ അവന്റെ ഇളയതല്ലേ, എന്നെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് അവനല്ലേ, ഞാൻ അങ്ങോട്ട് ചെന്ന് നന്നാവേണ്ടതായിരുന്നു. പക്ഷെ എന്റെ വിവരക്കേടാണ്, എന്റെ ഇക്കാക്ക എത്ര വലിയ മഹാനാണ്. അനുജന്റെ മനസ്സിൽ അള്ളാഹു ആ ചിന്തയല്ലേ കൊടുക്കുക. പിണങ്ങിപ്പോയ മരുമകളെ അമ്മായിമ്മമാരെ, നിങ്ങളൊന്ന് ഫോൺ ചെയ്യുക, മോളെ നീ ഇങ്ങ് പോര്, നീ വിഷമിക്കണ്ട, നമ്മൾ പറഞ്ഞതും ചെയ്തതൊക്കെ അങ്ങ് മറന്നേക്കുക എന്ന് പറഞ്ഞ് അമ്മായിമ്മ മുൻകൈയെടുത്താൽ നിങ്ങൾ തോൽക്കുകയല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉയരുകയാണ്. മറ്റുള്ളവരെ മനസ്സിലും നിങ്ങളെ പദവി കൂടുകയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ദുശ്ചിന്തകളൊക്കെ മാറ്റിവെച്ച് പിണങ്ങി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഇണക്കിയെടുത്താൽ അതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് മൂന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് കുടുംബ ബന്ധം പോലെ ശ്രദ്ധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഒന്നാണ് അയൽബന്ധം എന്ന് പറയുന്നത്. കുടുംബബന്ധം പോലെ തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് വസിയത്ത് ചെയ്തു. ആരെ സംബന്ധിച്ച്? അയൽവാസികളെ പറ്റി. ആ വസിയത്ത് പറഞ്ഞിങ്ങനെ ഗൗരവം കൂടി വന്നപ്പോൾ എനിക്ക് തോന്നി, പടച്ചവനെ, മരണം സംഭവിച്ചാൽ
അനന്തരാവകാശ സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ അയൽവാസികൾക്കും ഒരു പങ്കുണ്ടാകുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോകുന്ന വിധം അവരെ സംബന്ധിച്ച് വസിയത്ത് വന്നു. അഥവാ സ്വന്തം കുടുംബക്കാരോടുള്ള അതേ രീതിയിൽ അയൽവാസികളോട് നമുക്ക് കടപ്പാടുകളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് എണ്ണി എണ്ണി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അയൽവാസിക്ക് അയാളെ വീട്ടിലേക്ക് നടന്നു പോകാൻ നമ്മുടെ പറമ്പിലൂടെ അല്ലാതെ വഴിയില്ലെങ്കിൽ നടക്കാനുള്ള വഴി കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അവിടെ അയാൾ വേണമെങ്കിൽ ഹെലികോപ്റ്റർ വാങ്ങിക്കോട്ടെ എന്നൊന്നും പറയാൻ പറ്റൂല. അയാൾ സ്ഥലം എടുക്കുമ്പോ ഏട്ടെ നോക്കിനേ ഇതൊന്നും ചോദിക്കാൻ പറ്റൂല. ഒരു മുസ്ലിമാണോ നമുക്ക് കടമയാണ് അയൽവാസിക്ക് അയാളെ വീട്ടിലെത്താൻ നമ്മളെ പറമ്പിലൂടെ നടക്കാൻ വഴിയുള്ളൂ എങ്കിൽ നടക്കാൻ വഴി കൊടുക്കണം. ഇനി അയാൾക്ക് വാഹനം കൊണ്ടുപോകാൻ കൊടുത്താലോ ഒന്നും വരാൻ പോകുന്നില്ല. അള്ളാഹിന്റെ അക്കന്ന് വലിയ കൂലി കിട്ടും അയൽവാസിനെ സഹായിച്ചാൽ. നടക്കാനുള്ളത് കൊടുക്കൽ നിർബന്ധ. രണ്ടാമതായി കുടിവെള്ളം. കത്തിയാളുന്ന വെയിലുള്ള സമയമാണ്. പല കിണറുകളിലും വെള്ളം താഴ്ന്നു പോയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ജലനയം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് നാം ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു കിണർ കുഴിച്ചാൽ ആ കിണറിലെ വെള്ളം ആ സ്ഥലത്തിന്റെ ഉടമക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അയാളെ പരിസരവാസികൾക്ക് കൂടി ആ വെള്ളത്തിൽ അവകാശമുണ്ട്. അതെങ്ങനെ ഉണ്ടാകുക? അയാൾ വില കൊടുത്ത് വാങ്ങിയ 10 സെന്റല്ലേ, അതെ 10 ലക്ഷം രൂപ ചെലവഴിച്ച് ആ കിണർ കുഴിച്ചതും അയാളല്ലേ. പിന്നെ അയാൾക്കെങ്ങനെ അതില് വെള്ളത്തിന്റെ അവകാശം അയൽവാസിക്കുണ്ടാകും? ഇതിന് ഇസ്ലാം നൽകുന്ന മറുപടി ശരിയായിരിക്കാം. എന്നാൽ ഈ കിണറിൽ നീ കുഴിച്ചപ്പോൾ ഉറവയായി ഒഴുകിയെത്തിയ വെള്ളം നിന്റെ ആ 10 സെന്റിൽ മാത്രമുള്ള വെള്ളമാണോ? അല്ല. നമ്മളിപ്പോ ഇവിടെ ഒരു 5 സെന്റില് 10 സെന്റ് സ്ഥലം വാങ്ങും. എന്നാ അതില് 6 സെന്റ് പോരാ, ബാക്കി 4 സെന്റ് മുറ്റം. ആ മുറ്റമൊക്കെ കട്ട വെച്ച് നമ്മൾ തൂർത്തിട്ടുണ്ട്. ഒരു ഇറ്റ് വെള്ളം അവിടെ ഇറങ്ങൂല. പിന്നെ എങ്ങനെ നമ്മളെ കിണറിൽ വെള്ളം ഉണ്ടായത്? അത് പരിസരവാസികളുടെ പറമ്പിൽ പെയ്ത് താഴ്ന്ന വെള്ളമാണ്. അതുകൊണ്ട് കിണർ നമ്മളെ പറമ്പിലാണെങ്കിലും വെള്ളം ആരുടേതാണ്? അയൽവാസികളുടേതു കൂടിയാണ്. പക്ഷേ കൈവശാവകാശം എന്ന നിലക്ക് ഉപയോഗത്തിൽ നമുക്ക് മുൻഗണനയുണ്ട്. അതിനാൽ രാവിലെ തന്നെ നമ്മൾ കിണറിൽ ചെന്നപ്പം വെള്ളം കാണുന്നു അല്പം. എന്നാൽ കുടിക്കാനുള്ള വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അയൽവാസികൾക്ക് കുടിക്കാൻ അവരെ കിണറിലോ പരിസരത്തോ ഒന്നും വെള്ളമില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും നിർബന്ധമാണ് ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ എടുത്തതിന്റെ ബാക്കി നിർബന്ധമായും അയൽവാസികൾക്ക് കുടിക്കാൻ കൊടുക്കണം. നമ്മൾ കുളിക്കാൻ എടുക്കാൻ പാടില്ല. ഒരാൾക്ക് ജനാബത്തുണ്ടായി, കുളി നിർബന്ധ, കുടിക്കാനും വേണം. ആകെ കുറച്ച് വെള്ളം. അവൻ ഈ വെള്ളം ഉപയോഗിച്ച് കുടിച്ച് ബാക്കി വെള്ളം കൊണ്ട് കുളിച്ചാൽ വേറെ ഒരാൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, നമ്മളെ വളർത്തുമൃഗാണ്. പശുണ്ട് വീട്ടിൽ, അതിന് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ജനാബത്ത് ഉയർത്താൻ വേണ്ടി വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ എങ്കിൽ നമുക്ക് നിർബന്ധം എന്താണ്? ആ വെള്ളം പശുവിന് കുടിക്കാൻ കൊടുക്കണം. നമ്മൾ മണ്ണെടുത്തുകൊണ്ട് തയമ്മും ചെയ്യണം. ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽവാസിക്ക് കുടിവെള്ളം കൊടുക്കുക എന്ന ബാധ്യത അത് നമ്മൾ നിർവഹിക്കണം, നമ്മളെ ചുമതലയാണ്. അയൽവാസിയുടെ അഭാവത്തിൽ അയാളെ വീടും പറമ്പും സമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. അവരൊക്കെ ഇപ്പം വെക്കേഷന് വിരുന്നു പോയതാ. അപ്പൊ ആ പറമ്പിലൂടെ ഇങ്ങനെ ആരോ അപരിചിതർ ഇങ്ങനെ നടക്കണേ നമ്മൾ കണ്ടാൽ ഒന്ന് പോയി നോക്കി ആരാണ് എന്ന് ഭാര്യ പറയുമ്പം നമ്മളെന്തിനാ പോയി നോക്കണേ, നമ്മളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അയൽവാസി നമ്മളോട് പറയൊന്നും വേണ്ട, ഞങ്ങൾ ഇങ്ങനെ പോവാണ്, നിങ്ങളോ നോക്കണേന്ന്. അല്ലാഹു തആല നേരത്തെ ഏൽപ്പിച്ചതാ. അപ്പൊ അയൽവാസിയുടെ പറമ്പും വീടും സമ്പത്തും ഒക്കെ അവരെ അഭാവത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ. അത് അന്യാധീനപ്പെട്ടു പോകരുത്. അവിടെ കള്ളന്മാര് വരുന്നതും വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തു പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ അവരോടുള്ള കടപ്പാടിൽപ്പെട്ടതാണ്
നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനുകൾ നടക്കുന്നു, സൽക്കാരങ്ങളും പരിപാടികളും, എങ്കിൽ അയൽവാസികളോട് നമ്മൾ വിവരം പറയണം. വിവരം പറയൽ നിർബന്ധമായി പറയാം. പറ്റുമെങ്കിൽ അവരെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിക്കാൻ മാത്രമല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉണ്ടാക്കിയ വിഭവം അല്പം അങ്ങോട്ട് കൊടുത്തയക്കുക. പറയാൻ നമ്മൾ മടിക്കരുത്. എത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ലാ തഹ്ഖിറന്ന ജാറത്തുൽ ലിജാറത്തിഹാ വലൗ ഫിർസനശാ. ഒരു സ്ത്രീയും തന്റെ അയൽവാസിനിയെ അവഗണിച്ച് കളയരുത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് ആടിന്റെ കുളമ്പ് കറി വെക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും അത്ര ചെറുതാ, എന്നാലും അയൽവാസിയോട് പറയാതെ പോയാൽ അത് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണക്കും കാരണമാവുന്ന. ഉദാഹരണത്തിന്, ഒരാളെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നത് ആരായിരിക്കും? ചിലപ്പോ അവരേതോ മഹറമായ ആളാ, ചിലപ്പോ അമ്മോനാ വരുന്നത്. അയാൾ കുറെ കാലം ഗൾഫിലായിരുന്നു. പക്ഷേ ഈ അയൽവാസികൾക്കൊന്നും അറിയില്ല ഇതാരാ, ഈ വീട്ടിലെ പെൺകുട്ടീന്റെ അമ്മാവനാന്നുള്ള അതൊന്നും അയൽവാസികൾക്ക് അറിയില്ല. അങ്ങനെ ഒരു വിരുന്നുകാരൻ വരുന്നു എന്നുള്ള വിവരവും ഇവരോടിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം 12 മണിയാകുമ്പോൾ ഒരു ചെറുപ്പക്കാരങ്ങനെ വന്ന്, ഇവിടെ ആണെങ്കിൽ ഇവള് മാത്രമാണ് ഉള്ളത്, ഭർത്താവ് ഗൾഫിലാ. അപ്പൊ കേറി വരുന്നത് ആര് കാണുന്നുണ്ട്? അയലക്കാരെ കാണുന്നുണ്ട്. ഇവൾക്ക് ആർക്കും ഇയാളെ പരിചയമില്ല. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോ അങ്ങനെ വലിയ റാഹത്തിൽ പോണവും കാണുന്നതാണ്. അപ്പൊ അയൽവാസി എന്താ വിചാരിക്കാ, അവിടപ്പം ഇങ്ങനെ ഓരോരുത്തർ വിരലും പോലൊക്കെ തുടങ്ങിയെന്നില്ലേ അല്ലേ? എന്തൊരു വലിയ അപകടമാണത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇത്തഖൂ മവാളിഅത്തുഹം. തെറ്റുദ്ധാരണ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ അടച്ചു കളയണം. ഈ പെൺകുട്ടിയെങ്ങാനും ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ അയൽവാസിയോട് പറയും, നാളെ എൻ്റെ അമ്മോൻ വരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല, മുപ്പര് ഗൾഫിലാണ് എപ്പോഴും ഉണ്ടാവുക, ഇപ്പം വന്നിട്ടുണ്ട്, നാളെ ഉച്ചക്ക് ചോറുന്നാൻ ഇവിടെ വരും എന്നൊക്കെ ഒന്ന് വിവരം പറഞ്ഞാൽ നാ പിന്നെ ഓൽക്ക് വരുന്നുണ്ട്, അവൾ അമ്മോനാ വന്നത്. നാ തെറ്റിദ്ധാരണല്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റമളാനിൽ രാത്രി ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് പാതിര കഴിഞ്ഞിട്ടുണ്ട്, മദീനത്തെ പള്ളിന്റെ മുറ്റത്തുണ്ട് ഒരു പെണ്ണുങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലിരുന്ന് ഈ സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുമ്പം 2 സ്വഹാബികൾ അതുവഴിക്ക് വന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടപ്പം ആ സ്വകാര്യ സംസാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഒന്ന് സ്പീഡിൽ അങ്ങോട്ട് പോയി. അപ്പൊ അള്ളാന്റെ ഹബീബ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കൂ. എന്നിട്ട് നബി വിളിച്ചു പറഞ്ഞു, മക്കളെ ഇതാരാണെന്നറിയോ? ഇതെന്റെ ഭാര്യയായ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയാണ്. ഈ സ്വഹാബത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടൊന്നല്ല. റസൂലുള്ളാഹിനെ കുറിച്ച് വേറെ ഏതെങ്കിലും പാതിരക്ക് എന്തെങ്കിലും ചെയ്യാണെന്ന് ചിന്തിച്ചാൽ അയാൾക്ക് പിന്നെ ഇസ്ലാമിൽ അംഗത്വമുണ്ടാവില്ല, കാഫറായി പോകും. അങ്ങനെ ഒരു സ്വഹാബിയും കരുതിയിട്ടല്ല, നമ്മളെപ്പോലുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് പാതിര നേരത്ത് അസമയത്ത് സംസാരിച്ചിരിക്കുമ്പം സ്വാഭാവികമായും അത് കാണുന്ന ആളെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരും. അത് നമ്മൾ നീക്കിക്കൊടുക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. പിശാച് മനുഷ്യ ശരീരത്തിൽ രക്തമോടുന്ന എല്ലാ സിരകളിലൂടെയും സഞ്ചരിക്കും. അതിനാൽ പിശാച് ദുശ്ചിന്തകൾ ഉണ്ടാക്കി ദുർബോധനം നടത്തി തെറ്റുദ്ധാരണ പരത്തും. അതില്ലാതിരിക്കാൻ ഞാൻ പറഞ്ഞതാണ്. ഈ മാതൃക നമ്മൾ സ്വീകരിക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വീട്ടിൽ നടക്കുന്ന പരിപാടികൾ എന്താണെന്ന് അയൽവാസികളോടൊന്ന് പറയണമെന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതൊക്കെ നമ്മൾ അവരോട് പാലിക്കേണ്ട മര്യാദയാണെങ്കിൽ അതിൽപ്പെട്ടത് തന്നെയാണ്. അയൽവാസികളെ കുട്ടികളോട് നമ്മൾ വളരെ സ്നേഹത്തോടെ പെരുമാറണം. അവരെ ഒരിക്കലും കണ്ണുരുട്ടി പേടിപ്പിക്കരുത്, ചീത്ത പറയരുത്. പല അയൽ വീട്ടുകാരും ഏറ്റുമുട്ടാനും വഴക്കടിക്കാനും ഉണ്ടാകുന്ന കാരണം കുട്ടികളോടുള്ള പെരുമാറ്റ ദൂഷ്യമാണെന്ന് നമ്മൾ അറിയണം. മാനമായി മാത്രമേ അയൽവാസികളുടെ മക്കളോട് പെരുമാറാവൂ. ഇതേപോലെ അയൽവാസികളുടെ പറമ്പ്, ആ അതിര്, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. 1 ഇഞ്ച് പോലും നമ്മളെ ഭൂമി, നമ്മളെ പറമ്പ് അവരെ പറമ്പിലേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വേലി കെട്ടുമ്പോഴും വരമ്പ് ചെത്തുമ്പോഴൊക്കെ നീങ്ങി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. വലിയ ഗൗരവമാണ്. അള്ളാന്റെ ഹബീബ് പറയുന്നു, മൻ ഗയ്യറൽ മനാറ. ആരെങ്കിലും പറമ്പുകളുടെ അതിര്
മാറ്റി സ്ഥാപിച്ചാൽ തുവ്വിഖ ലഹു ഇലാ സബ്ഇ അർദീൻ, അത്രയും ഭാഗം 7-ാം ഭൂമി വരെ എടുത്ത് ഇവന്റെ കഴുത്തിൽ ചാർത്തിയിട്ട് നാളെ മഹ്ശറേന്ന് പറയും, എടാ നീ കള്ളരേഖ വെച്ചോ, അല്ലെങ്കിൽ നീ അതിർത്തി മാറ്റിക്കുത്തിയോ, സമ്പാദിച്ച പറമ്പാണ്, ഇത് ചുമന്ന് നടന്നോ എന്ന് അവിടെ അവനോട് പറയും. അതുകൊണ്ട് അയൽവാസികളുടെ പറമ്പിലേക്ക് 1 ഇഞ്ച് പോലും അങ്ങോട്ട് ആക്രമിച്ച് കയറാൻ പോകണ്ട. അത് വലിയ ഖേദത്തിന് കാരണമാകും. നമ്മൾ വഷളത്തരത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും അവരോടുള്ള കടപ്പാട് നമ്മൾ സൂക്ഷിക്കണം. അയൽവാസികളുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നത് മതം കഠിനമായി വിരോധിച്ച കാര്യമാണ്. അടുത്തടുത്ത് വീടുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോ നമ്മളെ വീട്ടിന്റെ മുകളിൽ കയറിയാൽ അടുത്ത വീട്ടിലുള്ളവർ അലക്കുന്നത് കാണാം. ആ ഭാഗത്ത് പോയി നിന്ന് നോക്കരുത്. ഒരയൽവാസി എങ്ങാനും ഇങ്ങനെ നോക്കുന്നതായി മറ്റൊരാൾക്ക് സംശയം തോന്നിയാൽ അയാൾക്ക് പിന്നെ അവിടെ ജീവിക്കാൻ തന്നെ സമാധാനം ഉണ്ടാവൂല. ഞാൻ ഉള്ള സമയത്തിന് ഇങ്ങനെ പാളി നോക്കുന്നവനാണെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് അവൻ അസ്വസ്ഥനാകുകയും വീട് മാറിപ്പോകുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുകയും ചെയ്യും. അതിനാൽ അയൽവാസികളെപ്പോഴും വിശ്വാസത്തിലെടുക്കണം, അവരോട് മാനമായി പെരുമാറണം. കുടുംബ ബന്ധം പോലെ തന്നെ വളരെയധികം നമ്മൾ ശക്തിപ്പെടുത്തേണ്ട ബന്ധങ്ങളാണ്. ഇങ്ങനെയുള്ള സാമൂഹിക പ്രാധാന്യമുള്ള 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം നബി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് വ്യക്തിപരമായ വിഷയം. അത് വേറെ ഒന്നുമല്ല, വസല്ലൂ വന്നാസു നിയാം, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. അത് ഇഖ്ലാസുള്ള നിസ്കാരമാണ്. സുബഹി ബാങ്കിന്റെ ഒരല്പം മുമ്പായെങ്കിലും 20 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. അത് തുടങ്ങാനും നിലനിർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുത്തനബി പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ വലൗ ഹൽബശാ, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക. അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ നേട്ടം എന്താ? ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലകും, അത് നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പതിവാക്കി വന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? നാളെ പരലോകത്ത് സ്വാലിഹീങ്ങളെ കൂടെ ചേർന്ന് കിട്ടണം. ഇതിനാണ് പള്ളി മിഹ്റാബുകളിൽ നിന്ന് എന്നും നമ്മൾ കൂട്ടമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂടെ നീ ഞങ്ങളെ ചേർത്തു തരണമേ. എല്ലാ നബിമാരും ദുആ ചെയ്തില്ലേ അതേ പ്രാർത്ഥന? അള്ളാഹിന്റെ ഹബീബ് വഫാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞതെന്താ? അർ-റഫീഖൽ അഅ്ലാ, സമുന്നതരായ മഹാന്മാരെ കൂടെ ചേർക്കണമെന്നതല്ലേ? നിസ്കാരത്തിൽ പോലും നമ്മൾ പറയുന്നതും ഇതാണ്. അല്ലാഹുമ്മ അശ്റുനി ഫി അല്ലാഹുമ്മ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ കൂട്ടുപിടിച്ചല്ലാതെ നമുക്ക് ഒരിടത്തും രക്ഷയില്ല. നാളെ മഹ്ശറ വൻസബയിൽ അല്ലാഹു അതാ വിചാരണ തടവിന് മുമ്പ് എല്ലാവരെയും നോക്കിയിട്ടൊരു ചോദ്യമുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ഈ ചോദ്യം കേൾക്കുമ്പോഴതാ ലോകം മുഴുവനും മടക്കി ഭരിച്ച രാജാക്കന്മാർ മുതൽ രാഷ്ട്രങ്ങളുടെ പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, മുഖ്യമന്ത്രിമാർ, വാർഡ് മെമ്പർമാര് വരെ മുട്ട് വിറച്ചുകൊണ്ട് പ്രതികരിക്കുന്ന സമയമാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകാധിപതിയായ സർവശക്തനായ അല്ലാഹുവിന് മാത്രമേ ഇന്നത്തെ ദിവസം അധികാരമുള്ളൂ. ഇതോടെ രാഷ്ട്രീയക്കാരെ അവലംബിച്ചവർ, നേതാക്കന്മാരിൽ പ്രതീക്ഷ വെച്ചവർ, പ്രധാനമന്ത്രിമാര് രക്ഷപ്പെടുത്തുമെന്ന് കരുതിയവർ, ഇവരൊക്കെയും ഞങ്ങൾ പിടിച്ച കൊമ്പ് ദുർബലമാണ്, രക്ഷപ്പെടണമെങ്കിൽ വേറെ വഴി നോക്കണം, ഇവിടെ വല്ലതും ആർക്കെങ്കിലും ചെയ്യാനൊക്കുമെങ്കിൽ അത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ആലിമീങ്ങൾക്കോ സ്വാലിഹീങ്ങൾക്കോ
ശുഹദാക്കൾക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ മനുഷ്യരും അതാ മഹാന്മാരെ ചാരത്തേക്ക് ഇങ്ങനെ നീങ്ങുന്ന സമയം വരും. ആ നേരത്ത് അള്ളാഹുവിനൊരു പ്രസ്താവനയുണ്ട്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഓ തെമ്മാടികളെ, ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്ക് നിൽക്കുക. എല്ലാവരെയും ഒറ്റക്ക് നിൽക്കാൻ വേണ്ടി അന്ന് കൽപ്പിക്കും. നിങ്ങൾ മഹാന്മാരെ കൂടെ ഇന്നല്ല ചേർന്ന് നിൽക്കേണ്ടത്, ഇന്നലെ അവരോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്നു. ഇന്നലെ മഹാന്മാരെ തെറി വിളിച്ച് കൂക്ക് വിളിച്ച് അവരെ കുറ്റം പറഞ്ഞ് നടന്നു. ഇന്ന് നിങ്ങൾ മഹാന്മാരെ അരികു ചേരാൻ വന്നതാണോ? മാറി നിൽക്കടാ എന്ന് സഗൗരവം അല്ലാഹു പറയുന്ന ദിവസം. അന്ന് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം. മുത്തുനബി പ്രാർത്ഥിച്ചില്ലേ, വഹ്ശുർനി ഫീ സുംറത്തി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. അങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയണമെങ്കിൽ ആ സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയ എന്തെങ്കിലും ഒരു പുണ്യം നമ്മൾ ചെയ്യണം. അതാണ് മുത്തുനബി പറയുന്നത്, അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലകും, നിങ്ങൾ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക. സ്വാലിഹീങ്ങൾ പതിവാക്കി വന്ന പുണ്യകർമ്മമാണ്. അങ്ങനെ മഹാന്മാരെ കൂടെ ചേരാനുള്ള ആത്മീയ ബോധത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി നമ്മൾ ജീവിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, ഭയം വേണ്ട, സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളും എല്ലാ സാമൂഹിക ബോധവും ഉള്ളവരായി നമ്മൾ ജീവിക്കണം. അള്ളാഹു നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖിനെ അള്ളാഹു ഏറ്റിത്തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്യരായ സയ്യിദ് വരണാക്കര തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമുക്ക് പ്രവേശിക്കാനുള്ള സ്വർഗം അത് സമാധാനത്തിന്റെ വീടാണ്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്ക് അല്ലാഹു നിങ്ങളെ വിളിക്കുന്നു എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ആ സ്വർഗത്തിൽ കടന്നാൽ സമാധാനത്തിന്റെ വാക്കുകളല്ലാതെ ഒന്നും അവിടെ കേൾക്കാനില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തഅസീമാ, ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന ഒന്ന് അങ്ങോട്ട് നിൽക്ക്, ഒന്ന് ഇങ്ങോട്ട് മാറ്, ഒരു ശബ്ദമോടല്ല, ഒരപശബ്ദവുമില്ല, ഒരു കുറ്റപ്പെടുത്തലില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനത്തിന്റെ വാർത്തകളും സമാധാനത്തിന്റെ കാഴ്ചകളും റിപ്പോർട്ടുകളുമല്ലാത്ത ഒന്നുമില്ല. എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും പരസ്പര വിദ്വേഷവും പോരും ഈറയും വെറുപ്പും അള്ളാഹു ഊരിക്കളഞ്ഞ് ഒരൊറ്റ മനുഷ്യന്റെ മനസ്സുപോലെ എല്ലാവരെയും മനസ്സാകുന്ന വല്ലാത്തൊരു ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നമ്മളങ്ങ് പാദം വെച്ചാൽ ആദ്യം കേൾക്കുന്ന സന്ദേശം തന്നെ എന്താ? ഇന്നലക്കും അന്തഹിയൗ വലാ തമൂതു അബദാ, സ്വർഗവാസികളെ ഇന്നു മുതൽക്ക് നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ ഇവിടെ കാലാകാലം ജീവിക്കുകയാണ്. എന്തൊരു സന്തോഷം ഉണ്ടാവും ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ. ഓർത്തു നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നമ്മൾ എല്ലാ സൗകര്യമുള്ള ഒരു കൊട്ടാരത്തിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ കയറി നോക്കുക, നമുക്ക് സമാധാനം ഉണ്ടാവോ? അപ്പൊ നോക്കൂല നമ്മൾ വാച്ചില്, ഇനിയിപ്പൊ ഇറങ്ങിയിട്ട് പഴയ ചാളേക്ക് തന്നെ പോണ്ടേ, അതിനിപ്പോ എത്ര മിനിറ്റാ ബാക്കിയുള്ളത്, കേറിയാ നമുക്ക് വിഷമാ. എന്നാ സ്വർഗത്തിലോ കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളും അത്ഭുതങ്ങളും. അവിടെ കേൾക്കുന്ന വാർത്ത, ഇനി നിങ്ങൾ പുറത്തു പോകുന്നില്ല, മരണമില്ല. പിന്നെ പറയുന്നു വഇന്നലക്കും മന്തശിബു വലാ തഹ്റമു അബദാ, സ്വർഗവാസികളെ ഇനി മുതൽക്ക് നിങ്ങളൊക്കെ യുവകോമളന്മാരാണ്. 33 വയസ്സിന്റെ യുവത്വത്തിന്റെ ഏറ്റവും പുഷ്കലമായ കാലം, അതേ അവസ്ഥയിലാണ്
കാലാകാലം നിങ്ങൾ ഇവിടെ ഉണ്ടാകുക. വലാ തഹ്റമു അബദാ, വാർദ്ധക്യം എന്നത് നിങ്ങളെ തൊട്ട് തീണ്ടുകയില്ല. ഇങ്ങനെയുള്ള ഒരു ലോകമാണ് സ്വർഗം. അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ദുനിയാവിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് യുവത്വം ഇങ്ങനെ നശിക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളെ ആരോഗ്യം ക്ഷയിച്ച് യുവത്വം ചോർന്നു പോകുന്നു. വിദേശത്തേക്ക് പോകുമ്പം ഭർത്താവ് കരിപ്പൂർ എയർപോർട്ടിലെത്തിയപ്പം ഭാര്യ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ശരീരം നല്ല ആരോഗ്യമുണ്ട്, തലയിലൊക്കെ മുടിയുണ്ട്, നല്ല സുമുഖനാണ്. 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ വരവേൽക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഒറ്റനോട്ടത്തിൽ ആളെ മനസ്സിലായില്ല. തലയിൽ നോക്കുമ്പോ ഇപ്പൊ മുടിയൊന്നും കാണുന്നില്ല, ചെമ്പാനിന്റെ മൂട് പോലൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാ ചോദിക്കുന്നത്, എന്തെങ്കിലും മുടിയൊക്കെ ആയത്? ഇപ്പൊ തൽക്കാലം മുട്ടുശാന്തിക്ക് വേണ്ടി പറയൂ, അത് ചുടുവെള്ളം കൊണ്ടല്ലേ അവിടെ കുളിക്കല് എന്ന് പറഞ്ഞു ഒഴിവാകുക. സമ്മതി എന്താണെന്നറിയ, നിങ്ങൾ ദുനിയാവ് ഇങ്ങനെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളെ ആരോഗ്യം ഇങ്ങനെ ചോർന്നു പോകും. നമ്മുടെ കറുത്ത രോമങ്ങളൊക്കെ വെളുക്കാൻ തുടങ്ങും. ഇതാണ് ദുനിയാവ്. സ്വർഗം അങ്ങനെയല്ല, അവിടെ എന്നും യുവത്വമാണ്. പിന്നെ കേൾക്കുന്നതോ വൈന്നലക്കും മന്തസിഹു വലാ തസ്ഖമു അബദാ. സ്വർഗവാസികളെ, ഇന്ന് മുതൽക്ക് നിങ്ങളെല്ലാം ആരോഗ്യമുള്ളവരാണ്. നിങ്ങൾക്കാർക്കും ഇനി ഇവിടെ രോഗം പിടിപെടൂല. ഏത് രോഗം പിടിച്ചാലും പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്ക് സമാധാനായി. ഇത് ഈ മരിക്കണ വരെയല്ലേ ഉള്ളൂ. സ്വർഗത്തിൽ എത്തി കിട്ടിയാ പിന്നെ അസുഖങ്ങൾക്കൊന്നും അവിടെ സ്ഥാനല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള അനുഗ്രഹീതമായ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹമുള്ളവരോട് അള്ളാന്റെ ഹബീബ് നിർദ്ദേശിച്ച 4ൽ 3 കാര്യവും സാമൂഹിക പ്രതിബദ്ധതയുള്ളതാണ് എന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മറ്റൊരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? സദസ് എല്ലാവരും അടങ്ങി നിന്നപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ അനയാ റസൂലല്ലാഹ്, ഞാൻ ഇന്നൊരു മിസ്കീന് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? സദസ് അടങ്ങി. ഞാൻ പറഞ്ഞു, നബിയെ ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചു വരികയാണ്. മൂന്നാമത് അവിടുന്ന് ചോദിച്ചു, ഒരു മയ്യത്തിന്റെ കർമ്മങ്ങളിൽ പങ്കാളികളായവർ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? സദസ്സിൽ ആരും ഉത്തരം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നബിയെ ഞാൻ ഇന്നൊരു മയ്യത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. നാലാമത് അവിടുന്ന് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങൾ മാത്രം പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. 4 കാര്യങ്ങളെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതിലൊന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലാണ്. രണ്ടാമത്തത് രോഗിയെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി സന്ദർശിക്കലാണ്. മൂന്നാമത്തേത് മയ്യത്ത് പരിപാലനത്തിൽ പങ്കാളിയായതാണ്. 4ാമത്തെ കാര്യം വ്യക്തിപരമാണ്, അത് നോമ്പാണ്. ഇത് 4ഉം പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ മേളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്ത് കടക്കാതിരിക്കൂല. അവിടെയും നിങ്ങൾ നോക്കൂ, വൈയക്തികമായത് ഒരേ ഒരു വിഷയമാണ്, സാമൂഹികമായതാണ് 3 കാര്യം. അപ്പോൾ മതത്തിന്റെ 4ൽ 3ഉം സാമൂഹിക പ്രതിബദ്ധതയുള്ള ആശയങ്ങളാണ്. വ്യക്തിപരമായത് അതിൽ ഒരു ഭാഗം മാത്രമാണ്. ഇത് മനസ്സിലാക്കി ഇസ്ലാം നമ്മളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് നമ്മളിൽ നിന്ന് പരന്നൊഴുകണം. എല്ലാ ജനവിഭാഗങ്ങളുമായും ബന്ധമുണ്ട്, ബാധ്യതകളുണ്ട്. അതുകൂടെ നിറവേറ്റിയെങ്കിലേ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി നമുക്ക് മരിക്കാൻ കഴിയൂ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അത് ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബേ, ദിവസവും ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ആ സമയത്ത് അതിനുള്ള ഉണർവും എല്ലാ ശേഷിയും ഉന്മേഷവും
നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, സാധുക്കളായ ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു തരണേ അല്ലാ. അവസാനം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. دعاء وصية. السلام عليكم.